good evening to all. ആദിശങ്കരാചാര്യരുടെ മണ്ണായ കാലടിയിൽ സ്ഥിതി ചെയ്യുന്ന ആത്മമിത്ര കഴിഞ്ഞ 9 വർഷങ്ങളായി സൈക്കോളജിക്കൽ കൗൺസിലിംഗും ഗൈഡൻസും നൽകി വിവിധ മനസ്സുകൾക്ക് സാന്ത്വനമേകുകയും അന്താരാഷ്ട്ര തലത്തിൽ വ്യക്തിത്വ വികസനത്തിനായി വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു. ലോക്ക്ഡൌൺ നീട്ടിയിരിക്കുന്ന ഈ കോവിഡ് കാലത്ത് നമ്മൾക്കരികിലേക്ക് ആത്മമിത്രയുടെ സഹായഹസ്തങ്ങൾ കോവിഡ് ടെലി കൗൺസിലിംഗ് സർവീസസ് എന്ന സംരംഭവുമായി ആരംഭിച്ച വിവരം നിങ്ങൾ ഏവരെയും സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, ബംഗാളി ഭാഷകളിൽ രാവിലെ 9 മണി മുതൽ 5:30 വരെ ഈ സൗജന്യ ടെലി കൗൺസിലിംഗ് സർവീസസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ജോസ് ആന്റണി, സ്റ്റെമി ദേവസി, ജിജിമോൾ എന്ന പ്രമുഖ വ്യക്തികളാണ് ഈ സംരംഭത്തിന് പിന്നിൽ നമ്മൾക്ക് സഹായഹസ്തവുമായി എത്തിയിരിക്കുന്നത്. ഫ്രീ ടെലി കൗൺസിലിംഗ് സർവീസസിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിളിക്കേണ്ട നമ്പർ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാം. ഈ ക്യൂബ് സീരീസ് 2ന്റെ 7ാം ദിനമായ ഇന്ന് പവർഫുൾ ഹാബിറ്റ്സ് എന്ന ടോപ്പിക്കുമായി നമ്മോടൊപ്പം ചേരുന്നത് കോർപ്പറേറ്റ് ട്രെയിനറും കൗൺസിലറും സൈക്കോതെറാപ്പിസ്റ്റും NLP മാസ്റ്റർ ട്രെയിനറുമായ മിസ്റ്റർ ബിജു ബാലഗോപാലാണ്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ബിജു സർ. ജീവിതത്തിലെ 100 ആളുകൾ എടുത്താൽ 100 പേരും വിജയം ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷെ ഏകദേശം 5% ആളുകളാണ് അവരെ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകള് അവർ ഉദ്ദേശിച്ച വിജയം നേടുന്നതിലെ അവരെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹാബിറ്റ് അഥവാ ശീലം. പുതിയൊരു കാര്യം ചെയ്യുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുക. പക്ഷെ ശീലത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു പ്രത്യേകതയുണ്ട്, അത് ഓട്ടോമാറ്റിക്കലി ചെയ്യും. 2016 ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി ആളുകളുടെ സ്വഭാവത്തെ കുറിച്ച് ഒരു പഠനം നടത്തിയ സമയത്ത് ഒരു വ്യക്തി എന്ത് ചെയ്യുകയാണെങ്കിലും 40% അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും എന്നാണ് പറയുന്നത്. അത്രമാത്രം പ്രാധാന്യമുണ്ട് ഒരു വ്യക്തിയുടെ സ്വഭാവവും അദ്ദേഹത്തിന്റെ ജീവിതവുമായി ഉള്ള ഒരു ബന്ധം. അങ്ങനെയെങ്കിൽ സക്സസ് അഥവാ ആഗ്രഹിച്ച വിജയങ്ങൾ നേടാൻ ഏതൊക്കെ ശീലങ്ങൾ നമുക്ക് കൊണ്ടുവരണം? എന്താണ് സ്വഭാവത്തിന്റെ പ്രത്യേകത? ഇതിന്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള വശം എന്താണ്? എന്തുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നു? ഇങ്ങനെ ഉള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ട്രെയിനിങ് സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്വഭാവത്തിന്റെ പ്രത്യേകത പറഞ്ഞു, ഓട്ടോമാറ്റിക്കലി ചെയ്യും. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മൾ നിത്യേന ചെയ്യുന്ന കാര്യങ്ങൾ. കാലത്തെഴുന്നേറ്റ് ഉടനെ ബ്രഷ് ചെയ്യാനായിട്ട് ബ്രഷും പേസ്റ്റും എടുക്കും. ആ സമയത്ത് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ശ്രദ്ധ വളരെയധികം അഥവാ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്യും. ബിക്കോസ് ഇറ്റ് ബിക്കം ഹാബിറ്റ്. അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറി. ഇനി ഡ്രസ്സ് ധരിക്കുന്ന സമയത്ത് ശ്രദ്ധ ഉണ്ടാവില്ല, കുളിക്കുന്ന സമയത്ത് ശ്രദ്ധ ഉണ്ടാവില്ല. ഡ്രൈവിംഗ് ആലോചിച്ച് നോക്കുക, പഠിക്കുന്ന സമയത്ത് ഡ്രൈവിംഗ് വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് ചെയ്യുന്നുണ്ടാവുക. ഞാനൊക്കെ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഗിയറൊക്കെ ഡൗൺ ചെയ്യുമ്പോൾ, ബൈക്കിന്റെ ഒക്കെ ഗിയർ ഡൗൺ ചെയ്യുമ്പോഴും എണ്ണീട്ടാണ് ഇട്ടിരുന്നത്. ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ അങ്ങനെ പറഞ്ഞിട്ട് ഇട്ടിരിക്കുന്നത്. ഇന്നിപ്പോ വണ്ടി ഓട്ടോമാറ്റിക്കലി വീട്ടിലേക്ക് കൊണ്ട് പാർക്ക് ചെയ്യും, ബൈക്കാണെങ്കിലും കാറാണെങ്കിലും. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു സ്വഭാവം നമ്മളെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇത് എല്ലാ മേഖലയിലും പ്രതിഫലിക്കുന്ന ഒന്നാണ്. നമ്മുടെ നാട്ടിൽ ഫാസ്റ്റ് ഫുഡ് ഉണ്ട്. ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞ ശീലം കുറച്ച് കാലമായിട്ട് വന്നിട്ടുള്ളതാണ്. അത് ഓട്ടോമാറ്റിക്കലി ആളുടെ ഹാബിറ്റ് ആയിട്ട് മാറി. സൂപ്പർ മാർക്കറ്റുകൾ, ആ പർച്ചേസിങ് സിസ്റ്റം, അവിടെ ചെന്നിട്ട് ആളുകൾ ഉദ്ദേശിച്ച പർച്ചേസിങ് ആവില്ല ചെയ്യുക, അതിനേക്കാൾ കൂടുതൽ പർച്ചേസ് ചെയ്യും. അതിന് ആളുകളുടെ സ്വഭാവത്തിനനുസരിച്ച് അട്രാക്ഷൻ വരുന്ന രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. ഇനി വലിയ കമ്പനികളുടെ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത്
അവരെ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ കൺസ്യൂമർ സൈക്കോളജി എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട്. അതിലെ ആളുകളുടെ സ്വഭാവത്തെ കുറിച്ച് അവർ പഠിക്കും. ഏത് തരത്തിലുള്ള ആളുകളാണ്, ഏത് സ്വഭാവത്തിലുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ട് അവർ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു. അപ്പൊ ഇവിടെ എന്ത് മാറ്റം വരുത്തിയാൽ ആളുകളുടെ സ്വഭാവം മാറ്റിയിട്ട് ഈ പ്രൊഡക്റ്റ് മാറ്റാം എന്ന രീതിയിൽ റിസർച്ച് ചെയ്തിട്ടാണ് അവർ പ്രൊഡക്റ്റ് ഇറക്കുന്നത്. അത്രമാത്രം സ്വാധീനമുണ്ട് പ്രൊഡക്റ്റ് സ്വഭാവത്തിന്. ഇനി ഇതിന്റെ കുറെ പഠനങ്ങൾ നടന്നിട്ടുണ്ടായാലും മൃഗങ്ങളിലും നടത്തിയ പഠനങ്ങൾ പറയുന്നത് ഒരേ പ്രോസസ്സാണ് ബ്രെയിനിൽ നടക്കുന്നത്. മനുഷ്യർ ചെയ്യുന്ന അതേപോലെ മൃഗങ്ങളും സ്വഭാവമായി മാറിക്കഴിഞ്ഞാൽ അവരും ഓട്ടോമാറ്റിക്കലി ചെയ്യും. അതാണ് പല ആനിമൽസിനും ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ അതേപോലെ ചെയ്യിപ്പിക്കുന്നത്, സ്വഭാവമാക്കിയിട്ട് മാറ്റുക ചെയ്യുന്നത്. ഇതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള വശം പറയുന്നത് ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കും, ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. ബ്രെയിനിലെ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് ആണ് അത് കൺട്രോൾ ചെയ്യുന്നത്, അവിടെ ശ്രദ്ധ ഉണ്ടായിരിക്കും. പക്ഷെ ഗ്രാജുവലി ചെയ്ത് വരുമ്പോൾ ബ്രെയിനിലെ കൺട്രോൾ മാറിയിട്ട് ബേസൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞ പോർഷനാണ് പിന്നെ അതിനെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ അവിടെ ബ്രെയിൻ അവിടെ ശ്രദ്ധ കൊടുക്കില്ല, അത് ഓട്ടോമാറ്റിക്കലി ചെയ്യും. ഇതാണ് സ്വഭാവത്തിന്റെ പ്രത്യേകത. അങ്ങനെയെങ്കിൽ നമ്മളെ വിജയത്തിലേക്ക് നയിക്കാനായിട്ട് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കണം. നല്ല ശീലങ്ങൾ നമുക്ക് വളർത്തിയെടുക്കണം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നല്ല മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കുക. ഇവിടെ രണ്ട് ശീലങ്ങളെ കുറിച്ച് നമുക്ക് പ്രധാനമായിട്ട് പറയാൻ പോകുന്നു. ചീത്ത ശീലങ്ങൾ, ഒന്ന് നല്ല ശീലങ്ങൾ. ചീത്ത ശീലങ്ങളെ സംബന്ധിച്ച് ചീത്ത ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്, പക്ഷെ അത് നിലനിർത്താനും എളുപ്പമാണ്. പക്ഷെ നല്ല ശീലങ്ങളെ സംബന്ധിച്ച് നേരെ തിരിച്ചാണ്, ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ അത് ഉണ്ടാക്കി സ്ഥിരമായിട്ട് ഹാബിറ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യാൻ എളുപ്പമാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ചൈനീസ് ബാബു ട്രീ പറയും. ഏകദേശം ഒരു 5 വർഷം എടുക്കുന്ന സമയത്താണ് ചൈനീസ് ബാബു ട്രീ അതിന്റെ ഫുൾ ലെങ്ത്തിലേക്ക് വരിക. 4 വർഷം കഴിഞ്ഞാലാണ് അതിന്റെ മുള പൊട്ടുള്ളൂ എന്ന് പറയുന്നത്. 4 വർഷം വളമിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് അതിന്റെ റൂട്ടിലേക്കാണ് പോകുന്നത്. പക്ഷെ പിന്നെ വരുന്ന സമയത്ത് ഇറ്റ്സ് എ മിറാക്കിൾ. കാരണം ഒരു 6-7 ആഴ്ച കൊണ്ട് 80-90 അടി ഹൈറ്റിലേക്ക് ഈ ഒരു മുള വളരും. അത്രയും നാളെ അതിന്റെ ഡീപ്പ് ലെവലിലേക്കാണ് അതിന്റെ റൂട്ട് പോകുന്നത്. ഇതേപോലെയാണ് നല്ല ശീലങ്ങൾ. ഇവിടെ നമ്മൾ ആലോചിക്കുക, നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ലൈഫ് ചേഞ്ച് ചെയ്യും. ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ വേണം എന്നാ പറയുന്നത്. 2 കാര്യങ്ങൾ, ഒന്ന് പേഴ്സണൽ മാസ്റ്ററി, 2 പ്രൊഫഷണൽ എക്സലൻസ്. പേഴ്സണൽ മാസ്റ്ററി എന്ന് പറഞ്ഞാല് നമ്മളെ ഡെവലപ്പ് ചെയ്യുക, നമ്മൾ കൺട്രോൾ ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക, അങ്ങനെ സെൽഫ് ഡെവലപ്മെന്റ് ഒന്ന്. രണ്ടാമത്തെ പ്രൊഫഷണൽ എക്സലൻസ് ആണ്, നമ്മൾ ചെയ്യുന്ന മേഖലയിലെ എക്സലന്റ് ആവുക എന്നുള്ളതാണ്. അങ്ങനെ നല്ല ഹാബിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പേഴ്സണലായിട്ട് നമുക്ക് ഗ്രോത്ത് വരും, പ്രൊഫഷണലായിട്ട് ഗ്രോത്ത് വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓർഡിനറിയിൽ നിന്നും എക്സ്ട്രാ ഓർഡിനറിയിലേക്ക് മാറും. ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്നത് ഓർഡിനറി ആളുകൾക്കാണ്. എന്ന് വെച്ചാൽ സാധാരണ ജോലിയിലാണ് എപ്പോഴും മത്സരം നടക്കുക. എക്സ്ട്രാ ഓർഡിനറി ആളുകളുടെ ഇടയിൽ മത്സരം കുറവായിരിക്കും. ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ കോമ്പറ്റീഷൻ കുറവാണ്. അപ്പോൾ ഓർഡിനറിയിൽ നിന്നും എക്സ്ട്രാ ഓർഡിനറിയിലേക്ക് മാറാനുള്ള പ്രധാനപ്പെട്ട ചില ശീലങ്ങളാണ് പറയുന്നത്. ഈ ശീലങ്ങൾ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഹാബിറ്റ്സ് ആണ്. അതിലെ നമ്പർ 1 ഹാബിറ്റ്, നമ്മൾ ഒരാൾ എഴുന്നേറ്റിട്ട് ആദ്യത്തെ 1 മണിക്കൂറിനെ ഗോൾഡൻ ഹവർ എന്ന് പറയുന്നത്, ആദ്യത്തെ 1 മണിക്കൂറിനെ, അരമണിക്കൂറിനെ പ്ലാറ്റിനം ഹവർ എന്ന് പറയും. അപ്പോ ഈ 1 മണിക്കൂർ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ദിവസം മുഴുവൻ നമുക്കതിന്റെ ബാക്കി വരുന്ന ബെനിഫിറ്റ്സ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിലേക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഹാബിറ്റ്സ് ആണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നത്. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാല്, സാധാരണക്കാരായിട്ടുള്ള ആളുകള് സാധാരണ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിജയിക്കുന്ന ആളുകൾ അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അതാണ് ഓർഡിനറി പീപ്പിളും എക്സ്ട്രാ ഓർഡിനറി പീപ്പിളും തമ്മിലുള്ള വ്യത്യാസം. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കംഫർട്ട് സോണുകളെ ആസ്വദിക്കുമ്പോൾ അവർ ആദ്യം കംഫർട്ട് സോണിലേക്ക് പുറത്തേക്ക് കടക്കും. ഇതാണ് വ്യത്യാസം. ഇതിലെ നമ്പർ 1 ഹാബിറ്റ് എന്ന് പറയുന്നത് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട ഹാബിറ്റ്. നേരത്തെ എഴുന്നേറ്റാൽ എന്തൊക്കെ ഗുണങ്ങൾ കിട്ടും?
ഫിസിക്കൽ ബെനിഫിറ്റ്സ് വേണ്ട, മെന്റൽ, അതായത് നമുക്ക് മാനസികമായിട്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആയിരിക്കുന്നത്. ഒന്ന് ടെക്സ്റ്റ് ചെയ്യാമോ? മോർ ടൈം, ഫാസ്റ്റ് ആയിട്ട്. പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, ഓക്കെ. സമയം കൂടുതൽ കിട്ടും, അതൊക്കെ. ഫ്രഷ് മൈൻഡ് ആയിരിക്കും, എക്സാക്ട്ലി. ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ടൈം ടു ഫീൽ എനർജറ്റിക്, ഓക്കെ, ട്രൂ ആണ്. ഫ്രഷ് ബ്രീത്ത്, ഓക്കെ. സി, നേരത്തെ നമുക്ക് നമ്മുടേതായ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടില്ല. ഇപ്പൊ റീഡിംഗ് ആണെങ്കിലും ഇപ്പൊ കുക്കിംഗ്, അതെന്തെങ്കിലും ഒരു നമ്മുടെ ഇഷ്ടപ്പെട്ടൊരു കാര്യങ്ങളിലേക്ക് സമയം നല്ല നമ്മുടെ മനസ്സിനെ ഒന്ന് ഡയറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. എനിക്ക് അങ്ങനെ പറ്റുന്നുണ്ട്. ഓക്കെ, ഫൈൻ. നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സിലേക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് നേരത്തെ എഴുന്നേൽക്കുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ശീലം എന്ന് പറയുന്നത് ദേ ആർ പ്രോ ആക്റ്റീവ്. എന്ന് വെച്ചാൽ അവര് പ്രോ ആക്റ്റീവ് ആണ്. സാധാരണ ഒരു കാര്യം ചെയ്യാനൊക്കെ അവർ മറ്റുള്ളവരെ ഫോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർ നിർബന്ധിക്കുക. പക്ഷെ ഇവരുള്ള ഒരു പ്രധാനപ്പെട്ട ശീലം അവരുടെ ഉള്ളിൽ നിന്നൊരു എനർജി വരും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, ഫിസിക്കൽ ആൻഡ് മെന്റൽ എനർജി ലെവൽ വളരെ കൂടുതലായിരിക്കും. ഇത് നമ്മുടെ ലൈഫിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഒരു ദിവസം മദ്യപരിവോളം കിടന്നുറങ്ങി കഴിഞ്ഞാൽ ആ ദിവസം മൂഡ് പോവും, ഫിസിക്കലായിട്ട് ഒരു എനർജി ലെവലൊക്കെ പോവും. പക്ഷെ ആ ഒരു ദിവസം നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നേരത്തെ എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ വളരെ എനർജി ആയിരിക്കും. അപ്പൊ ഫിസിക്കൽ മെന്റൽ എനർജി കൂടുതലായിരിക്കും. പ്രോബ്ലം സോൾവിങ് സ്കില്ല് കൂടുതലായിരിക്കും. കാരണം ജീവിതം എന്ന് പറയുന്നത് പ്രശ്നങ്ങളെ ഫേസ് ചെയ്തേ പറ്റും. ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ട ഒന്നാണ് ജീവിതം. അപ്പൊ പ്രോബ്ലം സോൾവിങ് സ്കില്ല് നന്നായിട്ട് കിട്ടും നേരത്തെ എഴുന്നേൽക്കുന്ന സമയത്തായിട്ട്. പിന്നെ അതുകൂടാതെ നേരത്തെ എഴുന്നേൽക്കുന്ന ആളുകളാണ് കൂടുതൽ സക്സസ് ആയിട്ട് പറയുന്നത്. അത് ബിസിനസ്സിലായിക്കോട്ടെ, ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ. സക്സസ് എസ്പെഷ്യലി പല കമ്പനീസിന്റെയും സിഇഒമാരൊരു ഹാബിറ്റ് ആയിട്ടാണ് പറയുന്നത്. നമ്മുടെ മെട്രോ ശ്രീധരൻ സാറ്, അദ്ദേഹത്തിന്റെ പണ്ട് മുതലുള്ള ശീലമാണ് നേരത്തെ എഴുന്നേൽക്കുന്നത്. അപ്പൊ നേരത്തെ എഴുതുന്ന സമയം ഇത്രയും ബെനിഫിറ്റ്സ് എല്ലാം കിട്ടും. പക്ഷെ ഇത് നമുക്ക് കുറെ ആളുകൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്ത് ചെയ്യില്ല, നേരത്തെ എഴുന്നേൽക്കില്ല. നേരത്തെ എഴുന്നേൽക്കാനായിട്ടുള്ള ചെറിയ ടിപ്സ് എന്ന് പറയുന്നത് നേരത്തെ കെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ടിപ്പ്. കാരണം ഒരു മനുഷ്യന് ഒരു 7 മണിക്കൂറെങ്കിലും മിനിമം ഉറക്കം കിട്ടണം. അപ്പോൾ തലേ ദിവസം നേരത്തെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്ലീപ്പിന്റെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവും. അത് കെടുക്കുന്നതിനൊക്കെ മുമ്പായിട്ട് നന്നായിട്ട് മനസ്സിലേക്ക് ഒരു ആഗ്രഹം കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഓട്ടോമാറ്റിക്കലി എഴുന്നേൽക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഒരു ടൂർ പോകണമെങ്കിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഉറക്കം അലാം അടിച്ചില്ലെങ്കിൽ പോലും ചാടി എഴുന്നേൽക്കും. കാരണം അവിടെ മനസ്സവിടെ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നേരത്തെ എഴുന്നേൽക്കാനായിട്ട് മനസ്സിലേക്ക് ഇത് കൊടുത്തിട്ട് കിടന്നുറങ്ങുക. പിന്നത്തെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്ക്. മൊബൈലില് അലാം അടിക്കും. അലാമില് എന്ത് പ്രസ് ചെയ്യും? സ്നൂസ് ബട്ടൺ പ്രസ് ചെയ്യും. ഇതാണ് ഒരാൾ എഴുന്നേറ്റ് ഫസ്റ്റ് ചെയ്യുന്ന ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം. ഉറക്കത്തിന് ഒരു സൈക്കിൾ ഉണ്ടെന്ന് പറയുന്നത്, അത് ഏകദേശം 1.5 മണിക്കൂറാണ്. അപ്പൊ ഒരു സ്നൂസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അടുത്ത സൈക്കിളിൽ കംപ്ലീറ്റ് ആവില്ല. പക്ഷെ അതിന്റെ എനർജി ലെവൽ താഴേക്ക് പോകും. സ്നൂസ് ബട്ടൺ സ്ഥിരമായിട്ട് പ്രസ് ചെയ്യുന്ന ആളുകളിലെ പ്രൊക്രാസ്റ്റിനേഷൻ ഹാബിറ്റ് ഉണ്ടാവും എന്ന് പറയുന്നത്. അതായത് കാര്യങ്ങൾ മാറ്റി വയ്ക്കാനുള്ള ശീലം ഒരു ടെൻഡൻസി ഹാബിറ്റ് ആയിട്ട് മാറും അവരിൽ. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഇതാണ് ഓർഡിനറി പീപ്പിളും തമ്മിലുള്ള എക്സ്ട്രാ ഓർഡിനറി പീപ്പിളും തമ്മിലുള്ള വ്യത്യാസം. സാധാരണക്കാരും അസാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാല്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആ ഒരു കംഫർട്ട് സോണിനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് അലാം അടിച്ചാൽ അവർ പറയും 5 മിനിറ്റ് കൂടി കിടക്കട്ടെ എന്ന് പറയും. അല്ലെങ്കിൽ പറയും കുറച്ചു നേരം കൂടി കിടന്നുറങ്ങിയാൽ എന്താ, ഈ ചോദ്യം അവരുടെ മനസ്സിൽ നിന്ന് വരും. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി കിടക്കാം, കുറച്ചുകൂടി കഴിയട്ടെ. ഇത്തരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് വരും. വിജയിക്കാനുള്ള മനസ്സും പുറകിലേക്ക് വലിക്കുന്ന മനസ്സും തമ്മിലുള്ള ഒരു യുദ്ധമാണ് അവിടെ ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് സക്സസ്ഫുൾ ആയ ആളുകൾക്ക് ഈ ഒരു ഘട്ടം അവർ തരണം ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രതിസന്ധി നമ്മൾ കടക്കുന്ന സമയത്ത് ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വയ്ക്കുകയാണ് എങ്ങോട്ട്, സക്സസിലേക്ക്.
ഇനി നേരത്തെ എഴുന്നേറ്റു, ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എമർജൻസി ആണെങ്കിൽ പ്രൈമറി കാര്യങ്ങൾക്ക് പോവുക, പ്രൈമറി ഡ്യൂട്ടീസ് ചെയ്യുക, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ചെയ്യേണ്ട കാര്യം എന്താ ചോദിച്ചാൽ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനും ചില ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ പറയുന്നുണ്ട്. എഴുന്നേറ്റ ഉടനെ കോർട്ടിസോളിന്റെ ഒക്കെ പ്രൊഡക്ഷൻ ബോഡിയിൽ കൂടുന്ന പറയുന്നത്, അതായത് നമ്മളെ പുറകിലേക്ക് വലിക്കുന്ന, ഫിയർ ഉണ്ടാക്കുന്ന, പേടി ഉണ്ടാക്കുന്ന അതിന്റെ ലെവല് കുറയ്ക്കാനായിട്ട് എക്സസൈസ് പറ്റും. അപ്പൊ കാലത്ത് എന്നിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട സംഭവം എന്ന് വെച്ചാൽ എക്സസൈസ് ആണ്, ഫിസിക്കൽ എക്സസൈസ് ആണ്. അത് നല്ല ഹെവി ആയിട്ട് ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ് എങ്കിലും എക്സസൈസിന് വേണ്ടിയിട്ട് ചെലവഴിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഹാബിറ്റിലേക്ക് വരികയാണ്. എക്സസൈസ് ചെയ്താൽ ഫിസിക്കൽ ബെനിഫിറ്റ്സ് വിടുക. എന്താ കിട്ടുക എന്നുള്ള ബെനിഫിറ്റ്സ് ഒന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്തേ. പെട്ടെന്ന് ടൈപ്പ് ചെയ്തേ. എനർജി, എൻഡോർഫിൻ സെക്രേഷൻ, ഓക്കെ. ബ്ലഡ് സർക്കുലേഷൻ. ഫിസിക്കൽ വേണ്ട. ഫീൽ മോർ എനർജി, ഹാപ്പിനെസ്, കഴിഞ്ഞു. ഓക്കെ, ഫൈൻ. എനർജി കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ്. ഫിസിക്കലായിട്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഉള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത്തരം ആളുകൾക്ക് നല്ല ശീലങ്ങൾ പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്ക്, കുട്ടികളിലൊക്കെ ആണെങ്കിൽ അവർക്ക് പഠനത്തിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് പുതിയ ഹാബിറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ബാഡ് ഹാബിറ്റ്സ് കുറയ്ക്കാനായിട്ട് സാധിക്കും എക്സസൈസ്. മെന്റൽ ലെവലില് ഹൈ എനർജി ഉണ്ടാക്കാൻ പറ്റും. എഴുന്നേറ്റ ഉടനെ ഫ്രഷ് ആയിട്ട് മീൻസ് ആ ഒരു മൊമെന്റില് നന്നായിട്ട് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് ഒരു പ്രത്യേക എനർജിയുടെ ഫ്ലോ തന്നെ ബോഡിയിൽ ഫീൽ ചെയ്യും. പ്രത്യേക എനർജി ആയിരിക്കും. അതുകൂടാതെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ട്രെയിനിങ്ങളൊക്കെ കിട്ടിയ സമയത്ത് മോട്ടിവേഷൻ കിട്ടാറുണ്ടെന്ന് പറയും. ട്രെയിനിങ്ങൾ കിട്ടുന്ന സമയത്ത് മോട്ടിവേഷൻ കിട്ടും. അത് എക്സ്റ്റേണൽ മോട്ടിവേഷൻ. ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ അതിന്റെ ചാർജ് പോകും. പക്ഷെ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഡോപമിൻ പ്രൊഡക്ഷൻ കൂടും. എന്ന് വെച്ചാൽ ഇന്റേണൽ ആയിട്ടുള്ള നമുക്ക് എനർജി തരുന്ന, മോട്ടിവേഷൻ തരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡക്ഷൻ കൂടും. പ്രോബ്ലം സോൾവിങ് സ്കില്ല് കൂടും. കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു രീതി വരും, ഒരു അപ്രോച്ച് വരും. അങ്ങനെ വരുമ്പോൾ എക്സസൈസ് വളരെ എഫക്റ്റീവ് ആകും. രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഹാബിറ്റ് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതിലേക്ക് ഫ്രഷ് ആയിട്ട് വന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. മെഡിറ്റേഷന്റെ മാനസികമായിട്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി വളരെ ഫാസ്റ്റ് ആയിട്ട്. സൗണ്ട് മൈൻഡ്, peace and tranquility, right? Concentration, rhythm, inner peace, yes. Peaceful mind. Priorities, focus. Okay. മെഡിറ്റേഷൻ ചെയ്യേണ്ടത് ഒരുപാട് ടൈപ്പ് മെഡിറ്റേഷൻസ് ഉണ്ട്, പല രീതിയിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് ഫ്രഷ് എയർ കിട്ടുന്ന രീതിയിൽ വേണം മെഡിറ്റേഷൻ ചെയ്യാനായിട്ട്. ഒരു റൂമിലൊക്കെ ആണെങ്കിൽ അടച്ച റൂമിൽ കിടന്നിട്ട് അവിടെ ഇരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യരുത്. കാരണം ഓക്സിജൻ നമ്മുടെ ഉള്ളിലേക്ക് കയറണം. അടച്ച റൂമിലാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും കൂടുതലായിട്ട്. അപ്പൊ നമ്മുടെ എനർജി ലെവൽ കുറയും. അതുകൊണ്ട് ഫ്രഷ് എയർ കിട്ടുന്ന രീതിയിൽ റൂമിലാണെങ്കിൽ അത് ഓപ്പൺ ചെയ്തിട്ട് വേണം മെഡിറ്റേഷൻ ചെയ്യാനായിട്ട്. ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു ഓപ്പൺ സ്പേസിലൊക്കെ പോയിരുന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ മെഡിറ്റേഷൻ വളരെ എഫക്റ്റീവ് ആണ്. വിവിധ തരം മെഡിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ മെഡിറ്റേഷൻസ് സിമ്പിൾ ആയിട്ടും ചെയ്യാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ണുകൾ അടച്ചിട്ട് ഡീപ് ബ്രീത്ത് എടുത്തിട്ട് ബ്രീത്തിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. അതിന് കൂടുതൽ വേണമെങ്കിൽ വിഷ്വലൈസ് ചെയ്യാം. ബ്രീത്ത് എടുക്കുന്ന സമയത്ത് ഒരു ഗോൾഡൻ കളർ ഉള്ളിലേക്ക് പോവുക. തിരിച്ചു പോകുമ്പോൾ ബോഡിയിലെ വേസ്റ്റ് ഒക്കെ അതിനൊപ്പം പുറത്തേക്ക് വിടുന്നതായിട്ട് കാണാം.
ബ്രീത്ത് എടുക്കുമ്പോൾ ഗോൾഡൻ കളറിൽ ബ്രീത്ത് എടുത്തിട്ട് ഉള്ളിലേക്ക് പോകുന്നു, ഫ്രഷ് എയർ പോകുന്നു. തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവുകളും പുറത്തേക്ക് ബ്ലാക്ക് കളറിൽ പോകുന്നതായിട്ട് കളയുന്നതായിട്ട് കാണുക. വീണ്ടും ഫ്രഷ് ഗോൾഡൻ കളർ. ഇങ്ങനെ സിമ്പിൾ മെഡിറ്റേഷൻ കുറച്ച് നേരം ചെയ്താൽ മതി. മെഡിറ്റേഷൻ ഒരു 15-20 മിനിറ്റ് ഒക്കെ ചെയ്താൽ പ്രത്യേക അവസ്ഥയിലേക്ക് പോകും. ആദ്യത്തെ കുറച്ച് നല്ലൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. നമ്മുടെ മൈൻഡിലേക്ക് പലതരത്തിലുള്ള തോട്ട്സ് വരും, പല കാര്യങ്ങൾ വരും. അതൊക്കെ അതിനായിട്ട് വഴിക്ക് വിടുക. പക്ഷെ സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഫോക്കസ് കിട്ടും, മൈൻഡ് കുറെ കൂടി ഫ്രഷ് ആയിരിക്കും, നമ്മൾ ഇന്റേണൽ മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. അതിന്റെ കൂട്ടത്തിൽ സെറാട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പ്രൊഡക്ഷൻ വരും. അത് വരുന്ന സമയത്ത് നമ്മുടെ ഹാപ്പിനെസ് കൂടും. അപ്പോൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എനർജറ്റിക് ആയിരിക്കും, നമ്മൾ കുറെ കൂടി ഇന്റേണൽ മോട്ടിവേഷൻ വരും. സെറാട്ടോണിൻ വരുന്ന സമയത്ത് നമുക്ക് കുറെ കൂടി ഹാപ്പിനെസ് കിട്ടും. കാരണം ജീവിതത്തിൽ എല്ലാവരും തേടുന്നത് ഹാപ്പിനെസ് ആണ്. ഇന്ന് എസ്പെഷ്യലി കേരളത്തിലെ ആളുകളുടെ മാനസികമായിട്ടുള്ള ഒരു സന്തോഷം കുറയുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ടെന്ന് പറയുന്നത്. അത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ട് പലർക്കും ചെറിയ ചെറിയ ഡിപ്രഷൻ പോലുള്ള അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കുള്ള ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഗോൾഡൻ ഹവർ കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലേക്ക് പതുക്കെ പതുക്കെ വരും. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ നേരത്തെ എഴുന്നേൽക്കുക, എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഇൻ ദ മോർണിംഗ്, കാലത്ത് ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് നല്ല പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ് കാലത്ത്. ഇത് അടുത്ത ഒരു കാര്യം. കാരണം അറിവുകളാണ് നമ്മളെ വളർത്തിയെടുക്കുന്നത്. നല്ല പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്താണ് ലൈഫിൽ ചേഞ്ച് ആവുക. അത് ബിസിനസ്സിൽ സക്സസ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും, പല ആളുകൾക്കും പ്രധാനപ്പെട്ട ശീലമാണ് പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളത്. നല്ല അറിവ് കിട്ടുന്ന സമയത്ത് ചില ബുക്കൊക്കെ ചില ആളുകൾ 25 വർഷമൊക്കെ റിസർച്ച് ചെയ്തെടുത്തുള്ള ബുക്കുകളായിരിക്കും ചില ബുക്ക്. പക്ഷെ നമുക്ക് കിട്ടുന്നത് 25 വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുക ഒരു ബുക്ക് വായിക്കുന്നതിലൂടെ. ചിലത് കണ്ടൻസ് മാത്രമായിട്ട് കിട്ടും ചില ബുക്കുകളുടെ. അപ്പൊ റീഡിങ് കാലത്തിരുന്ന് വായിക്കുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആയിരിക്കും. അതിലേക്ക് നല്ല കാര്യങ്ങൾ കുറെ ഫീഡ് ചെയ്ത് പോകും. പക്ഷെ ഭൂരിഭാഗം ആളുകൾ കാലത്ത് എന്തായിരിക്കും വായിക്കുക? ന്യൂസ് പേപ്പർ. അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, ന്യൂസ് പേപ്പറിൽ വരുന്ന ഭൂരിഭാഗം കാര്യങ്ങൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സോഷ്യൽ മീഡിയ നെഗറ്റീവ്. നമ്മുടെ കുറെ ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? നെഗറ്റീവ് ആണെന്ന് അറിയാം, പക്ഷെ എങ്കിലും നമ്മളത് വായിക്കും. കാരണം എന്താണെന്ന് അറിയും ഇന്നത്തെ ടോപ്പിക്. കാരണം നമ്മളത് ശീലമായി പോയി. ചില ആൾക്ക് കാലത്ത് എഴുന്നേറ്റുകൊണ്ട് പത്രം കയ്യിൽ കിട്ടണം, ശീലമായി പോയി. എഴുന്നേറ്റുകൊണ്ട് ചായ കുടിക്കണം, അത് നമ്മുടെ ശീലമായി പോയി. ന്യൂസ് പേപ്പർ കാലത്ത് വായിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആണ് കിട്ടുന്നത്. അതിലും വളരെ ചുരുങ്ങിയ പെർസെന്റേജ് മാത്രമാണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ കാലത്ത് അതിന് പകരമായിട്ട് ജീവിതത്തിൽ വിജയിച്ച സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ഹിസ്റ്ററി വായിക്കുക, അല്ലെങ്കിൽ നല്ല മോട്ടിവേഷണൽ പുസ്തകങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക്കായിട്ട് കുട്ടികൾക്കൊക്കെ പഠിക്കാനിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ടൈം കാലത്താണ്. അപ്പൊ കുറച്ച് സമയം എന്തിനു വേണ്ടി ചെലവഴിക്കുക? നല്ല പുസ്തകങ്ങൾ വായിക്കാനായിട്ട് ചെലവഴിക്കുക. അടുത്ത ഒരു ഹാബിറ്റ് ഉണ്ടാക്കേണ്ടത് എന്ന് പറയുന്നത്, നമുക്ക് 2 തരത്തിലുള്ള മൈൻഡിനെ കുറിച്ച് പറയും. കോൺഷ്യസ് മൈൻഡും പിന്നെ ഏത് മൈൻഡായിരിക്കും? ഏത് മൈൻഡായിരിക്കും? സബ് കോൺഷ്യസ് മൈൻഡ്. വിച്ച് ഇസ് മോർ പവർഫുൾ? സബ് കോൺഷ്യസ്. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പവർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സക്സസ് ഉണ്ടായിക്കൂടെ? തീർച്ചയായിട്ടും. അപ്പൊ അതിലേക്കുള്ള മോർണിംഗ് എക്സസൈസ് ആണ് അടുത്ത് പറഞ്ഞത്. 2 കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. ഒന്ന് ഓട്ടോ സജഷൻ, 2 വിഷ്വലൈസേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ ആരാ? കിരൺ ബേദി. ഞാനൊരു കോളേജിൽ പോയി ക്ലാസ് എടുക്കാൻ പോയി. ആ സമയത്ത് ചോദിച്ച സമയത്ത് ഒരു പെൺകുട്ടി പറഞ്ഞത് ദീപ്തി IPS എന്നാ പറഞ്ഞായിരുന്നത്. അത് പറഞ്ഞ ഉടനെ ബാക്കി കുട്ടികൾ ചിരിച്ച സമയത്താണ് ആ കുട്ടിക്ക് അബദ്ധം മനസ്സിലായത്. കിരൺ ബേദി അവർ ലൈഫിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു നല്ലൊരു ടെക്നിക്കാണ് ഓട്ടോ സജഷൻ. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാം. കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്,
കോൺഷ്യസ് മൈൻഡിലെ 8 കാര്യങ്ങൾ ഒരു സെക്കൻഡിലെ ഓർത്തു വയ്ക്കാൻ പറ്റുമെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിലെ 20,000-ലധികം ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ ഒരു സെക്കൻഡിൽ ഓർത്തു വയ്ക്കാം. 8 കാര്യങ്ങൾ കോൺഷ്യസ് മൈൻഡിൽ ഒരു സെക്കൻഡിൽ വയ്ക്കാമെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ 20,000-ലധികം കാര്യങ്ങൾ ഒരു സെക്കൻഡിൽ ഓർത്ത് വയ്ക്കാനായിട്ട് സാധിക്കാം. അത്രയും പവർഫുൾ ആണ്. അതിനൊരു ഉദാഹരണമാണ് ഹിപ്നോട്ടിസ് ഒക്കെ. നമ്മുടെ സാധാരണ ഓർമ്മയിൽ ഉണ്ടാവില്ല, പക്ഷെ ഒരു ഹിപ്നോതെറാപ്പി ഹിപ്നോട്ടിസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പഴയ ഓർമ്മയിലേക്ക് വേണ്ടിയിട്ട് അത് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് യൂസ് ചെയ്യാം. അതിനുള്ള ഒരു ടെക്നിക്കാണ് ഓട്ടോ സജഷൻ. ഇവിടെ നമ്മുടെ മനസ്സിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാം. അത് പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. അത് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് ചോദിച്ചാല് ഒരു സിമ്പിൾ എക്സസൈസ് ഇതിലൂടെ കാണിച്ചു തരാം. സെന്റൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സബ് കോൺഷ്യസ് മൈൻഡ് പ്രത്യേകത ഉണ്ട്. സബ് കോൺഷ്യസ് മൈൻഡ് പ്രത്യേകത എന്താ ചോദിച്ചാൽ നമ്മൾ എന്ത് കൊടുത്താലും അതേപോലെ അക്സെപ്റ്റ് ചെയ്യും. കോൺഷ്യസ് മൈൻഡ് ബോധ മനസ്സ് ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യും. ശരിയാണോ തെറ്റാണോ, ശരിയാണോ തെറ്റാണോ, ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു സാധനം കൊടുക്കുന്ന സമയത്ത് അത് അനലൈസ് ചെയ്യില്ല. കുട്ടികളെ പോലെയാണെന്ന് പറയാം. ബോധ മനസ്സ് വലിയ ആൾക്കാരെ പോലെയാണ്, പറഞ്ഞാൽ തന്നെ വിശ്വാസം ഡൗട്ട് ഉണ്ടായിരിക്കും. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡ് അതോ ഉപബോധ മനസ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ പോലെയാണ്. എന്ത് പറഞ്ഞാലും അത് അതേപോലെ അനുസരിക്കും. ചെറുപ്പത്തിൽ കുട്ടികളൊക്കെ പണ്ടൊക്കെ പറയുമായിരുന്നു, കുട്ടികൾക്ക് ഊണ് കൊടുക്കുമ്പോൾ പറയും അമ്പിളിമാമനെ പിടിച്ചുതരാം മാമുന്നാൻ പറയും. പക്ഷെ ആ കുട്ടി അത് വിശ്വസിച്ചിട്ട് ഊണ് കഴിക്കും. സത്യത്തിൽ ഒരു വലിയൊരാളെടുത്ത് പറഞ്ഞാല് അവിടെ ഇരിക്കുന്ന ചന്ദനം പിടിച്ചു തരൂ എന്ന് ചിന്തിക്കാം. പക്ഷെ കുട്ടി അത് കേട്ടിട്ട് അല്ലെങ്കിൽ അത് വിശ്വസിച്ചിട്ട് ഊണ് കഴിക്കും. എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. കുട്ടികളുടെ പോലെയാണ്, എന്ത് പറഞ്ഞാലും അതുപോലെ കേൾക്കും. പക്ഷെ അതേപോലെ തന്നെ അവിടെ അതിനായ ഒരു അപകടം കൂടി ഉണ്ട്. കാരണം നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും വേർഡ് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കണേ, നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ ചിലപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ചിലപ്പോൾ അത് കഴിച്ചിട്ട് അതിന് വേണ്ടിയിട്ടാവും ചിലപ്പോൾ വർക്ക് ചെയ്യുക. ഉദാഹരണത്തിന് ഒരാൾ ഓട്ടോ സജഷൻ കൊടുക്കുകയാണ്, ഇനി മുതൽ ഞാൻ മടി എനിക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാല് ചിലപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് മടി എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് ക്യാച്ച് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ട് ആ മടി ചിലപ്പോൾ ഒന്നുകിൽ അതുപോലെ നിലനിൽക്കും, അല്ലെങ്കിൽ അതിനൊക്കെ കൂടും. പക്ഷെ അതിന് പകരമായിട്ട് കൊടുക്കേണ്ട സജഷൻ എങ്ങനെയാണ്? പോസിറ്റീവ് സജഷൻ കൊടുക്കണം. ഇനി മുതൽ ഞാൻ വളരെ ഊർജ്ജസ്വലനായിട്ട് പ്രവർത്തിക്കും. അപ്പൊ ഊർജ്ജസ്വലത സബ് കോൺഷ്യസ് മൈൻഡ് ക്യാച്ച് ചെയ്താലും കുഴപ്പമില്ല. അതാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകത. നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങള് പോസിറ്റീവ് വേർഡ്സ് ആയിരിക്കണം. അതാണ് ഓട്ടോ സജഷൻ യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ പബ്ലിക് സ്പീച്ചിലോ നമുക്ക് ഏതെങ്കിലും പ്രൊഫഷണൽ കലകളെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്റ്റേജിലേക്ക് കയറുമ്പോൾ പേടിയുള്ള ഒരാളാണെങ്കിൽ ഓട്ടോ സജഷൻ കൊടുക്കാം. ഇനി മുതൽ ഞാൻ സ്റ്റേജിലേക്ക് കയറുന്ന സമയത്ത് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഞാൻ പ്രസംഗിക്കും. സജഷൻ കൊടുക്കുക. ആളുകളെ ഫേസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനി മുതൽ ഞാൻ ആളുകളെ ഫേസ് ചെയ്യുമ്പോൾ ഹാപ്പി ആയിട്ട് ഫേസ് ചെയ്യും. സജഷൻ കൊടുത്തരാം. പുസ്തകം വായിക്കുമ്പോൾ സജഷൻ കൊടുത്തരാം. ഇനി മുതൽ ഞാൻ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ആസ്വദിച്ച് വായിക്കും. സജഷൻ കൊടുത്തരാം. സ്ഥിരമായിട്ട് കൊടുത്തരാം മോർണിംഗിന്. അങ്ങനെ വരുമ്പോൾ അതിന്റെ റിസൾട്ട് ചെയ്തു നോക്കുക. അതിന്റെ റിസൾട്ട് വണ്ടർഫുൾ ആണ്. പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. പറഞ്ഞു കൊടുത്ത ആൾ ചെയ്ത ആളുകൾക്കുള്ള റിസൾട്ട് പറയുന്നത്. ഇത് മോർണിംഗ് ടൈമിൽ കൊടുത്തിടുക. അപ്പൊ ഓട്ടോ സജഷൻ എങ്ങനെ കൊടുക്കുക? നമുക്ക് സിമ്പിൾ ആയിട്ടൊരു കാര്യം ചെയ്യാം. എല്ലാവർക്കും ഓഡിയോ ഹെഡ്സെറ്റ് എന്തെങ്കിലും വെച്ച് ക്യാച്ച് ചെയ്യാൻ പറ്റില്ലേ? ഒന്ന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഒരു യെസ് ടൈപ്പ് ചെയ്താൽ മതി. യെസ് അല്ലേ? ഓക്കെ. ഓട്ടോ സജഷൻ പറഞ്ഞാൽ ചിലപ്പോൾ അത് എഫക്റ്റീവ് ആയിരുന്നില്ലേ, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാ മോർണിംഗിലും എക്സസൈസ് മെഡിറ്റേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സജഷൻസ് കൊടുത്തിടാം. സ്റ്റാർട്ടിങ്ങിൽ 3-4 സെന്റൻസുകൾ 4 കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ സിമ്പിൾ എക്സസൈസ് ആണ്, ബട്ട് ഇറ്റ്സ് വെരി പവർഫുൾ. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് നമ്മൾ ഈ ഒരു ഓട്ടോ സജഷൻ നമ്മൾ കൊടുത്തിരുന്നത്. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ കാര്യങ്ങൾ പോസിറ്റീവ് സജഷൻ, ആ ഒരു സെന്റൻസ് എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ ഓട്ടോ സജഷൻ എന്ത് കൊടുക്കുകയാണെങ്കിലും പോസിറ്റീവ് സെന്റൻസ് വെച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോ വളരെ പതുക്കെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ചിട്ട് ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഉള്ളിലേക്ക് ഡീപ്പ് ബ്രീത്ത് എടുത്ത്
വളരെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ഒന്നും കൂടി ഡീപ് ബ്രീത്ത് എടുക്കുക. അതിനുശേഷം വളരെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ഡീപ് ബ്രീത്ത് എടുത്ത് വളരെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് പതുക്കെ തുടരുക. വളരെ പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം വളരെ പതുക്കെ പുറത്തേക്ക് വിടുക. അതിനുശേഷം ഇരു കാൽപാദങ്ങളും പൂർണ്ണമായും തളർത്തിയിടുക. ഇരു കാൽപാദങ്ങളും പൂർണ്ണമായും തളർത്തിയിടുക. റിലാക്സ് ചെയ്യുക. റിലാക്സ്. അതിനുശേഷം കാൽപാദങ്ങൾ മുതൽ മുകളിലേക്ക് കാൽമുട്ടുകൾ വരെയുള്ള ഭാഗങ്ങൾ പൂർണ്ണമായും തളർത്തിയിടുക. കാൽപാദത്തിന് മുകളിലേക്ക് തുടങ്ങി കാൽമുട്ട് വരെയുള്ള ഭാഗങ്ങൾ പൂർണ്ണമായും തളർത്തിയിടുക. അതിനുശേഷം കാൽപാദങ്ങൾക്ക് മുകളിലേക്ക് ഇരു തുടകളും പൂർണ്ണമായും തളർത്തിയിടുക. പൂർണ്ണമായും തളർത്തിയിടുക. അടിവയറ്റിലെയും നെഞ്ചിലെയും മസിലുകൾ പൂർണ്ണമായും തളർത്തിയിടുക. പുറത്തെ മുഴുവൻ മസിലുകളും പൂർണ്ണമായും തളർത്തിയിടുക. പുറത്തെ മസിലുകൾ പൂർണ്ണമായും തളർത്തിയിടുക. ഇരു കൈകളിലെയും മസിലുകൾ പൂർണ്ണമായും തളർത്തിയിടുക. കഴുത്തിലെ മസിലുകൾ പൂർണ്ണമായും തളർത്തിയിടുക. കഴുത്തിലെ മസിലുകൾ പൂർണ്ണമായും തളർത്തിയിടുക. തലയ്ക്ക് പുറകിലെ മസിലുകൾ പൂർണ്ണമായും തളർത്തിയിടുക. മുഖത്തെ മുഴുവൻ മസിലുകളും പൂർണ്ണമായും തളർത്തിയിടുക. കാൽപാദം തുടങ്ങി ശരീരത്തിന്റെ തല വരെയുള്ള മുഴുവൻ ശരീരഭാഗങ്ങളും പൂർണ്ണമായും തളർത്തിയിട്ട് ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വളരെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി 3 മുതൽ 1 വരെ താഴേക്ക് എണ്ണുമ്പോൾ മനസ്സിന്റെ അഗാധ തലങ്ങളിലേക്ക് പതുക്കെ പതുക്കെ ആഴ്ന്ന് ഇറങ്ങുന്നതാണ്. 3 മുതൽ 1 വരെ താഴേക്ക് എണ്ണുമ്പോൾ പതുക്കെ പതുക്കെ മനസ്സിന്റെ അഗാധ തലങ്ങളിലേക്ക് ആഴ്ന്ന് ഇറങ്ങുന്നതാണ്. 3 പതുക്കെ പതുക്കെ മനസ്സിന്റെ അഗാധ തലങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുക. 2 മനസ്സിന്റെ അഗാധ തലങ്ങളിലേക്ക് വീണ്ടും ആഴ്ന്നിറങ്ങുക. 1 മനസ്സിന്റെ ഏറ്റവും അഗാധ തലങ്ങളിലേക്ക് ആഴ്ന്ന് ഇറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ കൊടുക്കുന്ന നിർദ്ദേശം ഉപബോധ മനസ്സ് സ്വീകരിക്കുന്നതാണ്. ഉപബോധ മനസ്സ് സന്തോഷത്തോടു കൂടി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ഇനി മുതൽ കൂടുതൽ കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നതാണ്. ഇനി മുതൽ കൂടുതൽ കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നതാണ്. ഇനി മുതൽ കൂടുതൽ കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നതാണ്. മനസ്സിന് വളരെയധികം സന്തോഷം തോന്നുന്നു. മനസ്സിന് വളരെയധികം സന്തോഷം തോന്നുന്നു.
മനസ്സിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. ഇനി മുതൽ കൂടുതൽ കൂടുതൽ സന്തോഷം മാനസികമായിട്ട് ലഭിക്കുന്നതാണ്. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഉപബോധ മനസ്സ് സ്വീകരിച്ചു കഴിഞ്ഞു. ഈ നിർദ്ദേശം ഉപബോധ മനസ്സ് ഉചിതമായ രീതിയിൽ നടപ്പിൽ വരുത്തുന്നതാണ്. ഈ നിർദ്ദേശം ഉപബോധ മനസ്സ് ഉചിതമായ രീതിയിൽ നടപ്പിൽ വരുത്തുന്നതാണ്. ഇനി ഞാൻ 1 മുതൽ 3 വരെ എണ്ണുമ്പോൾ സാധാരണ അവസ്ഥയിലേക്ക് പതുക്കെ പതുക്കെ തിരികെ വരാവുന്നതാണ്. 1, സാധാരണ അവസ്ഥയിലേക്ക് പതുക്കെ പതുക്കെ റിലാക്സ് ചെയ്ത് സന്തോഷത്തോട് തിരിച്ചു വരിക. പതുക്കെ തിരിച്ചു വരിക സാധാരണ അവസ്ഥയിലേക്ക്. 2, വീണ്ടും സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചു വരിക. പതുക്കെ പതുക്കെ തിരികെ വരുന്നു. ഇനി 3 എണ്ണിക്കഴിഞ്ഞാൽ സന്തോഷത്തോടു കൂടിയിട്ട് കണ്ണുകൾ തുറക്കാവുന്നതാണ്. 3, വളരെ പതുക്കെ കണ്ണുകൾ തുറക്കാവുന്നതാണ്. ഒന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞേ, എന്ത് ഫീലിംഗ് എന്തായെന്ന്? Feel happiness. ഹാപ്പിനെസ്. ഓക്കെ, പെട്ടെന്ന് ടൈപ്പ് ചെയ്തേ, പെട്ടെന്ന്. വെയിറ്റ് കുറഞ്ഞ പോലെ. ഓക്കെ, ഇടയ്ക്ക് ചെറിയ ഡിസ്ട്രാക്ഷൻ വന്നു. നോ പ്രോബ്ലംസ്. റിലാക്സ്ഡ്, പോസിറ്റിവിറ്റി, ഓക്കെ. ഇതാണ് ഓട്ടോ സജഷൻ. ഓട്ടോ സജഷൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. റിലാക്സ്. ഓക്കെ, താങ്ക് യു. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് കുറെ നാളായിട്ട് നമ്മുടെ ശീലങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് ഇത് പറ്റും. ഈ സജഷൻ നമുക്ക് ഉറക്കത്തിന്റെ കാര്യത്തിൽ വേണമെങ്കിൽ കൊടുത്തിടാം. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നേരത്തെ എഴുന്നേൽക്കാനുള്ള സജഷൻ ഇതുപോലെ കൊടുത്തിടാം. നമ്മുടെ ബോഡിയിൽ ബയോളജിക്കൽ ക്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് അലാം വെച്ചില്ലെങ്കിൽ പോലും ആ സമയത്ത് എഴുന്നേൽക്കാൻ സാധിക്കും. പക്ഷെ നമ്മുടെ മനസ്സ് നമ്മുടെ കൂടെ ഉണ്ടാവണം. അപ്പൊ ഓട്ടോ സജഷൻ ഒരു ഹാബിറ്റ് ആക്കിയിട്ട് മാറ്റുക. അതിന്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഓട്ടോ സജഷന്റെ കൂടെയോ അല്ലെങ്കിൽ മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് വിഷ്വലൈസേഷനുമായിട്ട് കൊടുക്കാം. അങ്ങനെയെങ്കിൽ വിഷ്വലൈസേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതിന്റെ പ്രാധാന്യം, എന്താണ് അതിന് സംഭവിക്കുന്നത്? എന്ത് ആൻസറോടെയും തരാം നിങ്ങളുടെ അറിവനുസരിച്ചിട്ട്. ഇമേജസ് കാണുന്നു. ഓക്കെ, പിന്നെ എന്തുകൊണ്ടാണ് വിഷ്വലൈസേഷൻ റിയാലിറ്റി ആയിട്ട് മാറുന്നത്? നമ്മൾ മനസ്സിൽ തീവ്രമായിട്ടൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമായിട്ട് മാറും. അത് ചിന്തിച്ചു കഴിഞ്ഞാൽ, അത് മനസ്സിൽ ചിത്രങ്ങളായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമായിട്ട് മാറും. അതാണ് മൈൻഡ് പവറിലൊക്കെ പറയുന്നതല്ലോ, മൈൻഡ് പവറിലും ലോ ഓഫ് അട്രാക്ഷനൊക്കെ പറയുന്നത്. എന്തുകൊണ്ട് വിഷ്വലൈസേഷൻ വർക്ക് ചെയ്യുന്നു? ഇതാണ് എന്റെ ചോദ്യം. എന്താണ് അതിന്റെ പ്രാധാന്യം? സബ് കോൺഷ്യസ് മൈൻഡ് അതിനുവേണ്ടി ട്രൈ ചെയ്യും. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ആൻസർ? നമുക്കൊരു നല്ല സിനിമ ഉണ്ടാക്കണ പോലെ കാണാം. ഓക്കെ, നല്ല ആൻസർ. പിന്നെ നമ്മുടെ ഡ്രീംസിന് നല്ലൊരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാക്ട് പോയിന്റിലേക്ക് വന്നിട്ടില്ല. എന്തുകൊണ്ട് അത് യാഥാർത്ഥ്യമായിട്ട് മാറുന്നു? ഇതാണ് എന്റെ ചോദ്യം. നമ്മളത്രയും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ട്. ഓക്കെ, മൈൻഡ് ക്യാൻ ക്യാച്ച് പിക്ചേഴ്സ് ഈസിലി. അതൊരു നല്ല ആൻസർ ആട്ടോ. നിമിഷം ഗീവ് സ്ട്രെങ്ത് ടു സജഷൻസ്. ഓക്കെ, അതൊക്കെ ഇവരെ ആരും പറയാത്തൊരു പോയിന്റ് എനിക്ക് പറയാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മൈൻഡ് അതിനുവേണ്ടി ഒരു ആക്ച്വലൈസ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേ. ഓക്കെ, what we visualize we become. Definitely, that's true. But my question is a little different. How it becomes? അത് യാഥാർത്ഥ്യമാവാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. That's true, but my question is different. How it will become reality? The language of subconscious mind is image and emotions. Exactly, that's a wonderful point. Thank you. അത് ഒരു പോയിന്റ്. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞത്, പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്, യഥാർത്ഥ ജീവിതത്തിൽ എന്താണോ നടക്കുന്നത്
ആ സമയത്ത് ഒരാളുടെ ബ്രെയിനിൽ നടക്കുന്ന പ്രോസസ്സ്, ഒന്നും യൂട്യൂബ് ഡിസ്റ്റൻസ് വരുന്നു, ഒരാളുടെ ബ്രെയിനിൽ നടക്കുന്ന സെയിം പ്രോസസ്സാണ് വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നത്. ഒരു ഡിഫറെന്റ് ആയിട്ട് പോയിന്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് യഥാർത്ഥ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് ആ സമയത്ത് ബ്രെയിനിൽ ഉണ്ടാവുന്ന അതേപോലത്തെ പ്രോസസ്സാണ് വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നത്. അപ്പൊ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളിലേക്ക് വരും. കാരണം സബ് കോൺഷ്യസ് മൈൻഡിലെ ക്യാച്ച് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആണ്. വിഷ്വൽസ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അതിനു വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് ആ സംഭവം വന്നു ചേരും. അതാണ് നാച്ചുറല്, പ്രകൃതിയിലെ എല്ലാം എനർജിയാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന എനർജിയാണ് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് വിഷ്വലൈസേഷൻ. ഇത് നമുക്ക് കാലത്ത് യൂസ് ചെയ്യാം. പേഴ്സണലായിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് വിഷ്വലൈസേഷനിൽ, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. എനിത്തിങ് മെയ്ഡ് ഈസ് ഫസ്റ്റ് വിഷ്വലൈസ്, ദാറ്റ്സ് ട്രൂ. അതായത് ഒരു കണ്ടുപിടുത്തം വരുന്നതിന് മുമ്പ് ആ ഒരു സയന്റിസ്റ്റ്, ശാസ്ത്രജ്ഞന്റെ മൈൻഡിൽ അത് ഫസ്റ്റ് വിഷ്വലൈസ് ചെയ്യും. അതിനുശേഷം അത് റിയാലിറ്റി ആയിട്ട് മാറുന്നത്. ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ ടെക്നോളജിയും ഒരു സമയത്ത് ഒരാളുടെ വിഷ്വലൈസേഷൻ ആണ്. ഒരാളുടെ കണ്ടുപിടുത്തം ഫസ്റ്റ് ഉണ്ടാവുന്ന ആളുടെ മൈൻഡിലാണ്, പിന്നീട് റിയാലിറ്റി ആയിട്ട് മാറുന്നത്. സോ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് അത് യാഥാർത്ഥ്യമായിട്ട് മാറും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മോർണിംഗിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഗോൾഡൻ ഹവർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈഫിലെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതിന് ഏജ് ഒരു ഫാക്റ്റ് അല്ല. പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയാം, എന്റെ ഫാദർ ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ഗവൺമെന്റ് ജോലിക്കാർക്കുള്ള പ്രത്യേകത ഉണ്ടായിരുന്നു. അന്നത്തെ ഗവൺമെന്റ് ജോലി പ്രത്യേകത വെച്ചാല് വരുന്ന സമയം ലേറ്റ് ആണെങ്കിലും പോകുന്ന സമയം കറക്റ്റ് ആയിരിക്കും എന്നാ പറയാം. എന്ന് വെച്ചാൽ നേരം വൈകിട്ട് ചെന്നാലും നേരത്തെ കറക്റ്റ് സമയത്ത് പോകും. ഒരു തമാശയിൽ പറയുന്നതാണ്. അപ്പൊ 55 വയസ്സ് വരെ അച്ഛന്റെ ഉറക്കത്തിന്റെ ശീലം എങ്ങനെയാ വെച്ചാൽ കാലത്ത് ഒരു 8 മണിക്ക് എഴുന്നേൽക്കും. ഒരു 9 മണിയാകുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും കഴിച്ചിട്ട് 10 മണി കഴിഞ്ഞിട്ട് പതുക്കെ ഓഫീസിലേക്ക് പോകും. 10 മണിക്ക് അവിടെ എത്തിയാൽ മതി. പക്ഷെ അവിടെ നേരത്തെ പോകും. ഗുരുവായൂർ അമ്പലത്തോടൊക്കെ പോയിട്ട് തിരിച്ചു വരും. അങ്ങനെ 55 വയസ്സ് കഴിഞ്ഞിട്ട് പെൻഷനായി. ആൾ പെൻഷനായ സമയത്ത് പിന്നെ വളരെ ബോറടിച്ചു തുടങ്ങി. അച്ഛനെ സംബന്ധിച്ച് നേരത്തെ എഴുന്നേറ്റാൽ ഉച്ചയ്ക്കെങ്കിലും കിടന്നുറങ്ങണം, അല്ലെങ്കിൽ വീണ്ടും ഉറക്കം കോമ്പൻസേറ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു ദിവസം കുറച്ച് കൂടുതൽ ഉറക്കം കുറച്ച് നേരത്തെ കഴിഞ്ഞാല് ഉറക്കം കൂട്ടിയെടുക്കും, കോമ്പൻസേറ്റ് ചെയ്യും. നേരത്തെ എഴുന്നേൽക്കുന്ന അച്ഛൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല 55 പെൻഷൻ ആവുന്ന വരെ. അങ്ങനെ 55 വയസ്സിൽ പെൻഷനായ സമയത്ത് ആൾക്ക് ചെറിയൊരു ജോലിക്ക് ട്രൈ ചെയ്തു. ജോലി കിട്ടിയത് ഗുരുവായൂർ അമ്പലത്തിനടുത്ത ഷോപ്പിലാണ്. ആളുടെ തന്നെ സുഹൃത്തിന്റെ കടയിലെ ജോലി കിട്ടിയത്. പക്ഷെ ജോലിയുടെ സമയമായിരുന്നു പ്രശ്നം. 5 മണിക്ക് ജോലിക്ക് പോകണം, 8 മണിയാകുമ്പോഴേക്കും ജോലി കഴിയും. ക്യാഷിലിരിക്കുക, ഓണർ വരുന്നവരെ 8 മണിക്ക് ഓർഡർ എത്തുന്നത് വരെ ക്യാഷിലെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാം. ഒരു മിനിമം സാലറി ഉണ്ട്, 9,000 രൂപ സാലറി, 3 മണിക്കൂർ ഡ്യൂട്ടിയിൽ. അങ്ങനെ ഇത് ആളെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് ആയിരുന്നു. 5 മണിക്ക് 55 വയസ്സ് വരെ ചെയ്യാത്ത കാര്യമാണ്. അതിന് നിവൃത്തിയില്ലാതെ വേറെ ജോലി ഒന്നും ഇല്ലാത്തതുകൊണ്ടും ബോറടിച്ചുകൊണ്ടും പുള്ളി ഒരു ഓപ്ഷൻ കണ്ടു, നേരത്തെ എഴുന്നേറ്റ് ഇത് ചെയ്യാം, അതിന് വന്ന് പിന്നെ ഫുള്ളായിട്ട് കിടന്ന് ഉറങ്ങാലോ. അങ്ങനെ ജോലിയുടെ കാര്യത്തിൽ ആൾക്ക് കുറച്ച് കൃത്യം കൂടുതലാണ്. 9 മണിക്ക് പോകണമെന്ന് പറഞ്ഞാൽ 8:30 മണിക്കാണ് റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും, ഡ്രസ്സൊക്കെ മാറി ചെയ്തിരിക്കുന്നുണ്ടാവും. പുള്ളി ഈ ജോലിക്ക് പോയി തുടങ്ങി. ഞങ്ങളെ സംബന്ധിച്ച് വലിയ അത്ഭുതമായിരുന്നു നേരത്തെ എഴുന്നേൽക്കുന്നത്. ഒരു 4:15 അലാം അടിക്കുന്ന സമയത്ത് അച്ഛനെ എഴുന്നേൽക്കും, പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ നടന്ന് ജോലിക്ക് പോകും. ഇത് ഏകദേശം 3 മാസത്തോളം പോയി, 3 മാസത്തോളം. അത് കഴിഞ്ഞിട്ട് ആൾക്ക് ചെറിയൊരു സ്റ്റോക്ക് പോലെ വന്നു, ഒരു സൈഡ് തളരുന്ന സിറ്റുവേഷനൊക്കെ വന്ന സമയത്ത് ഈ ജോലി നിർത്തി. ഞങ്ങളെല്ലാവരും ഫോഴ്സ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് പറഞ്ഞു. അങ്ങനെ 3 മാസത്തിന് ശേഷം ഈ ജോലി നിർത്തി. പിന്നെ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും പുലർച്ചെ എഴുന്നേൽക്കും. പ്രത്യേകിച്ച് ഒരു പണിയില്ല, പക്ഷെ അത് ആളുടെ ഹാബിറ്റായിട്ട് മാറി. ഞാനിത് പറയാൻ കാരണം 55 വയസ്സ് വരെ ഒരാൾ ചെയ്യാത്തൊരു കാര്യം 55 വയസ്സിന് ശേഷം ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം പറയുന്നത്. 55 ലൈഫ് എന്ന് പറഞ്ഞ സമയത്ത് ആലോചിച്ച് നോക്കുക. ഇത്രയും വർഷം ഇതിലെ മാറ്റി എന്തുകൊണ്ടാണ് ചോദിച്ചാൽ മാറ്റാൻ നമുക്ക് പറ്റും, പക്ഷെ പലപ്പോഴും നമ്മുടെ പുറകിലേക്ക് വലിക്കുന്നത് നമ്മുടെ പെർസെപ്ഷൻസ് ആയിരിക്കും, നമ്മുടെ കാഴ്ചപ്പാടുകളായിരിക്കും പലപ്പോഴും നമ്മളെ പുറകിലേക്ക് വലിക്കുക. പക്ഷെ മിക്കവാറും കാഴ്ചപ്പാടുകൾ നമ്മളെ തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടായിരിക്കും. ഞാൻ എൻ്റെ സൈക്കോളജി പഠിക്കാനായിട്ട് ഞാൻ തമിഴ്നാട്ടിലാണ് ചെയ്തിരുന്നത്. അവിടെ പ്രാക്ടിക്കൽ ക്ലാസ്സിനൊക്കെ പോകുന്ന സമയത്ത് അവിടെ എനിക്കൊരു ഹാബിറ്റ് ഉണ്ട്, എനിക്ക് സ്വഭാവം തന്നെ ഉണ്ട്. പഠിക്കുന്ന സമയത്ത് ഞാൻ അടുത്ത് വെള്ളം വയ്ക്കും. കുറച്ച് നേരം പഠിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു വെള്ളം കുടിക്കും. ചില സമയത്ത് ചിലപ്പോൾ ചായ കുടിക്കും. എനിക്കിഷ്ടമാണ് അങ്ങനെ.
അങ്ങനെ ഞാൻ ഒരു ദിവസം അവിടെ അസൈൻമെന്റ് ഒക്കെ കുറേ ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം കഴിഞ്ഞ സമയത്ത് താഴെ വെള്ളം വാങ്ങിക്കാനായിട്ട് ഞാൻ പോയി, വെള്ളത്തിന്റെ ബോട്ടിൽ വാങ്ങിക്കാനായിട്ട് പോയി. ആ കടയിൽ ചെന്ന സമയത്ത് എൻ്റെ ഒരു തമിഴിന്റെ പ്രത്യേകത, തമിഴ് എനിക്കധികം അറിയില്ല, പക്ഷെ ഞാൻ കുറച്ച് എന്തെങ്കിലുമൊക്കെ പറയും, തമിഴ് സിനിമകളെ കണ്ടിട്ട് അനുഭവിച്ച് പറയും. അങ്ങനെ അവർക്കും പറഞ്ഞില്ല, മനസ്സിലായില്ലെങ്കിൽ ഞാൻ രണ്ടാമത് പറയും. അങ്ങനെ ഞാൻ കടയിൽ പോയിട്ട് വെള്ളം വാങ്ങിച്ച സമയത്ത് ആൾക്ക് മനസ്സിലായി, മലയാളി മനസ്സിലായി. അങ്ങനെ ഗുരുവായൂരായതുകൊണ്ട് പ്രത്യേകം മറ്റുള്ള ജില്ലകളിലെ ആളുകൾ ജില്ല പറഞ്ഞിട്ട് പരിചയപ്പെടും. പക്ഷെ ഗുരുവായൂരായതുകൊണ്ട് നമുക്ക് ഗുരുവായൂർ പറഞ്ഞാൽ എല്ലാവരും അറിയും, കേരളത്തിൽ പുറത്തും അറിയും. അപ്പൊ എവിടുന്നാണ് ചോദിച്ചത് എന്നോട്. അപ്പൊ പറഞ്ഞു, ഞാൻ വളരെ അഭിമാനത്തോടുകൂടിയിട്ട് പറഞ്ഞു ഗുരുവായൂർ തന്നു. അങ്ങനെ ആളുടെ തമിഴിൽ എന്നോട് ചോദിച്ചു, അപ്പൊ കേരളത്തിൽ നല്ല ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത ചോദ്യം, മുല്ലപ്പെരിയാറിൽ നിന്ന് എന്താണ് വെള്ളം തരാത്തത്? സത്യമായിട്ടും മുല്ലപ്പെരിയാറിന് വെള്ളം കൊടുക്കാത്ത സംഭവമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇതും പറഞ്ഞിട്ട് ആ വെള്ളത്തിന്റെ ബോട്ടിൽ ഫ്രിഡ്ജിന് മേലേക്കാണ് കയറ്റി വെച്ചു. ആള് സീരിയസ് ആയിട്ട് ആ ബോട്ടിലവിടെ കയറ്റി വെച്ചു, വെള്ളത്തിന്റെ ബോട്ടിൽ കയറ്റി വെച്ചു. അപ്പൊ ഞാൻ ഒരു നിമിഷം ഞാൻ ആലോചിച്ചു, 142 അടി ഇനിയും ഉയർത്തണം എന്ന് പറയുന്ന ആൾക്കാരാണ് തമിഴന്മാര്. പക്ഷെ ഈ കാര്യം ഞാൻ അവിടെ പറഞ്ഞാല് എത്ര അടി എവിടെ നിന്നൊക്കെ വരും എന്ന് പറയാൻ പറ്റില്ല. തമിഴന്മാരുടെ അടി അങ്ങനെയാണ്, തലക്ക് വലുക അടിയുണ്ട്. അപ്പൊ മുല്ലപ്പെരിയാറിന് വെള്ളം കൊടുക്കാത്തതിന്റെ പേരിൽ എനിക്ക് അടി വാങ്ങേണ്ട സാഹചര്യമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ബുദ്ധിപരമായിട്ട് ഞാൻ ചിന്തിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, ഗുരുവായൂരുള്ള ആളുകള് മുല്ലപ്പെരിയാറിന് വെള്ളം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. നിങ്ങൾ സമരം ചെയ്തപ്പോൾ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഞങ്ങള്. അങ്ങനെ പറഞ്ഞ സമയത്ത് ആള് ഹാപ്പിയായി. ആള് വെള്ളം എനിക്ക് തന്നത് മാത്രമല്ല, ഒരു ടോഫി എനിക്ക് തന്നു, ഒരു കോഫി കൂടി എനിക്ക് ഫ്രീ ആയിട്ട് തന്നു, ഹാപ്പി ആയിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അത് ആ ഒരാളുടെ പെർസെപ്ഷനാണ്, എന്ന് വെച്ചാൽ കാഴ്ചപ്പാടാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കാഴ്ചപ്പാടുകള് യാഥാർത്ഥ്യമായിട്ട് ബന്ധമുണ്ടാവണം എന്ന് ഇല്ല. അപ്പോ ഏത് ഹാബിറ്റും നമുക്ക് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം, ഏത് ഏജിൽ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടുന്ന സിമ്പിൾ ഫോർമുല മുമ്പ് 21 ഡേയ്സ് ആണ് പറഞ്ഞിരുന്നത് ഒരു ഹാബിറ്റ് ഉണ്ടാക്കാനായിട്ട്. പിന്നീട് കുറെ കൂടി ഞാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ 66 ഡേയ്സ് ആണ് ഒരു ഹാബിറ്റ് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട്, ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അതിനെ 3 ഡിവൈഡ് ചെയ്യാം. 22, 22, 22. 66 ദിവസം നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുകയാണെങ്കിൽ ആ കാര്യം നിങ്ങളുടെ ഹാബിറ്റായിട്ട് മാറും. അത് നേരത്തെ എഴുന്നേൽക്കുന്നതായിക്കോട്ടെ, എക്സസൈസ് ചെയ്യുന്നതായിക്കോട്ടെ, മെഡിറ്റേഷൻ ചെയ്യുന്നതായിക്കോട്ടെ, ബുക്സ് വായിക്കുന്നതായിക്കോട്ടെ, ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കില്ലായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. പക്ഷെ ആദ്യത്തെ 22 ദിവസം വളരെ ക്രൂഷ്യലാണ്. ഈ 22 ദിവസത്തിനുള്ളിൽ എപ്പോ വേണമെങ്കിലും നിന്ന് പോവാം. 2 തരത്തിലെ മൈൻഡ് പറയാം. ഒന്ന് ചെയ്യാൻ വേണ്ടി ഒരാഗ്രഹം വരും, അപ്പൊ നമ്മൾ തന്നെ മനസ്സിനോട് പറയും പുറയിലേക്ക് വരിക്കും, ചെയ്യണോ ചെയ്യണ്ടേ പിന്നെ ചെയ്താൽ പോലെ. അപ്പൊ 22 ദിവസം എപ്പോ ആണെങ്കിലും ബ്രേക്ക് വരാം. അപ്പൊ ഏറ്റവും ടഫായിട്ടുള്ള ദിവസങ്ങളാണ് ആദ്യത്തെ 22 ദിവസം. പിന്നെ വരുന്ന 22 ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സ്മൂത്ത് ആണ്. പിന്നെ വരുന്ന 22 ദിവസം ഈസിയാണ്. അങ്ങനെ 66 ദിവസം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ അലാം ഇല്ലാതെ നിങ്ങൾ എണീക്കും. ഓട്ടോ സജഷൻ കൊടുത്തിട്ട് നിങ്ങളുടെ മൈൻഡ് അതിന് വേണ്ടി വർക്ക് ചെയ്യും. പുസ്തകങ്ങൾ വായിക്കുന്ന നിങ്ങളുടെ ഹാബിറ്റ് ആയിട്ട് മാറും. ഇന്നും എനിക്ക് ഒരു നേരം ഭക്ഷണം കഴിച്ചതിന്റെ പോലും എനിക്ക് വിഷമമില്ല. പക്ഷെ എനിക്ക് ചായ കിട്ടിയാൽ ഞാൻ ഹാപ്പി ആയിരിക്കും. അതെന്റെ ഹാബിറ്റാണ്. പക്ഷെ എനിക്ക് മാറ്റിയെടുക്കാം. പക്ഷെ ഞാൻ മാറ്റുന്നതിന് ആഗ്രഹം അതിലില്ല. പക്ഷെ പുസ്തകങ്ങൾ വായിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമം വരും. പുസ്തകങ്ങൾ ഒരു ദിവസം കുറച്ചെങ്കിലും വായിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമം വരും. കാരണം അതിന്റെ എൻ്റെ ഹാബിറ്റായിട്ട് മാറും. കുറെ കാലങ്ങളുടെ ശീലമാണ്. അപ്പൊ എന്ത് ഹാബിറ്റ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഈ പറയുന്ന കാര്യങ്ങള് നിങ്ങളുടെ പ്ലാറ്റിനം ഹവറും ഗോൾഡൻ ഹവറും കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ലൈഫ് ഭയങ്കര ചേഞ്ച് ഉണ്ടാകും. വലിയ ചേഞ്ച് ആണ് ഉണ്ടാകുക. നേരത്തെ എഴുന്നേറ്റിട്ട് എക്സസൈസും മെഡിറ്റേഷൻ മാത്രം ചെയ്തിട്ട് നിങ്ങളുടെ എനർജി ലെവലിൽ വലിയ ചേഞ്ച് ആയിരിക്കും. അതിന്റെ പുറമെ കുറച്ച് നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് പുതിയ പുതിയ പോസിറ്റീവ് കാര്യങ്ങൾ മൈൻഡിലേക്ക് കയറ്റുക, വിഷ്വലൈസേഷൻ ചെയ്യുക, ഓട്ടോ സജഷൻ കൊടുക്കുക. അങ്ങനെയൊക്കെ കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ ഇറങ്ങുമ്പോൾ 24 മണിക്കൂർ മോട്ടിവേഷന് വേണ്ടി പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ പറയും 1 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യും.
എഴുന്നേറ്റ സമയം തുടങ്ങിയിട്ട് 1 മണിക്കൂർ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കും. അത് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നേടാനായിട്ട്. ഇവിടെ ഓട്ടോ സജഷനും വിഷ്വലൈസേഷനും കൂടി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം റിയാലിറ്റി. എനിക്ക് ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് ക്ലാസ് എടുക്കുന്നത് പോലും ഒരു സമയത്ത് വിഷ്വലൈസേഷൻ ഓട്ടോ സജഷനാണ്. ചെറിയ കാര്യങ്ങൾ തുടങ്ങിയിട്ട് വലിയ കാര്യങ്ങൾ വരെ ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. അതെല്ലാം അൺലിമിറ്റഡ് ആയിട്ടുള്ള പവറാണ് നമ്മുടെ ഉള്ളിൽ. അൺലിമിറ്റഡ് ആയിട്ടുള്ള പവറാണ്. മലയുടെ മുകളിലായിട്ട് ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിലേക്ക് ഭക്തർ ഇങ്ങനെ മല കയറിയിട്ട് ഇങ്ങനെ പോകും. ആ വഴിവക്കിലെ ഒരു ഭിക്ഷക്കാരനെ ഇരിക്കുന്നുണ്ട്. ഭിക്ഷക്കാരൻ അദ്ദേഹത്തിന്റെ ജോലി എന്താ ചോദിച്ചാൽ വരുന്ന ആളുകളുടെ മുന്നിൽ കൈ നീട്ടും. ആളുകൾ ചില്ലറ പൈസ ഇട്ടുള്ളൂ, ഇത് വാങ്ങിക്കും. അദ്ദേഹം അവിടെ ആ കിട്ടുന്നതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ തന്നെ കിടന്നു. വർഷങ്ങളായിട്ട് ഈ ഒരു ഒറ്റ ജോലി മാത്രമാണ് അദ്ദേഹം ചെയ്തിരുന്നത്. ഭിക്ഷ എടുക്കും, അതുകൊണ്ട് ജീവിക്കും. കാലം കുറെ കഴിഞ്ഞു, അദ്ദേഹത്തിന് പ്രായമായി, പ്രായാധിക്യമുള്ള അസുഖങ്ങൾ വന്നു. അതിനിടയിൽ അദ്ദേഹം അവിടെ കുറച്ച് സുഹൃത്തുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവരടുത്ത് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ആൾ പറയും, എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹമുണ്ട്, എന്നെങ്കിലും ഞാൻ മരിക്കുകയാണെങ്കിൽ ഞാൻ ഭിക്ഷ എടുത്ത ഇതേ സ്ഥലത്ത് തന്നെ കുഴിച്ചിടണം. ഒരേ ഒരു ആഗ്രഹം. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെട്ടു, അവിടെ കുഴഞ്ഞു വീട് മരിച്ചു. അപ്പൊ ഈ സുഹൃത്തുക്കൾ തമ്മിൽ ചർച്ചയായി. അവർ പറഞ്ഞു, എല്ലാ മനുഷ്യരുടെയും അവസാനത്തെ ആഗ്രഹം കോടതി പോലും സാധിപ്പിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒരു പാവപ്പെട്ട മനുഷ്യരുടെ ആഗ്രഹമല്ലേ, അതും റോഡിന്റെ സൈഡിലല്ലേ, നമുക്ക് നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ കുഴി വെട്ടി തുടങ്ങി. 2 പേര് കൂടിയിട്ട് കുഴി വെട്ടി തുടങ്ങി. കുഴി വെട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ എവിടെയോ ഒരു കൊത്തിയപ്പോ ലോഹത്തിൽ തട്ടുന്ന ഒരു സൗണ്ട് വന്നു. എന്തിനോ തട്ടുന്നു. അപ്പൊ മേലെ നിൽക്കുന്ന ഒരാൾ പറഞ്ഞു, തോന്നിയായിരിക്കും, ഒന്നുകൂടി കൊത്താൻ പറഞ്ഞു. അതിന് പറഞ്ഞു, 2ാമത് കൊത്തുമ്പോൾ അതേ സൗണ്ട് വരുന്നുണ്ട്. അങ്ങനെ അവരെ ഇറങ്ങിയിട്ട് ആ മണ്ണൊക്കെ മാറ്റി നോക്കിയ സമയത്ത് അതിന്റെ ഉള്ളിൽ നിന്നും കിട്ടിയത് വലിയൊരു നിധി കുമ്പായി. അവരാ മൂടിയെല്ലാം കളഞ്ഞ് അത് തുറന്നു നോക്കിയ സമയത്ത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവം കണ്ടത്, അമൂല്യമായ രത്നങ്ങളും വജ്രങ്ങളും നിറച്ചിട്ടുള്ള ഒരു നിധി കുമ്പാണ് കിട്ടിയത്. അതായത് ഒരു വ്യക്തിയുടെ 5ഓ 6ഓ തലമുറയ്ക്ക് ജീവിക്കാനുള്ള അത്രയും ആസ്തിയുടെ മേലെ കയറിയിരുന്നിട്ടാണ് ഈ ഭിക്ഷക്കാരൻ ചില്ലറ പൈസയ്ക്ക് വേണ്ടി യാചിച്ചിരുന്നത്. ദിസ് ഈസ് വാട്ട് ഹാപ്പൺ ഇൻ മെനി പീപ്പിൾസ് ലൈഫ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന അമൂല്യമായിട്ടുള്ള അപാരമായിട്ടുള്ള കഴിവുകളെ തിരിച്ചറിയാതെ നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ലൈഫിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാവണം. ഒരു സിനിമയിലെ ലോഹിദാസ് പറയുന്ന ജയറാമിന് പറഞ്ഞൊരു സീനുണ്ട്. അദ്ദേഹത്തിന്റെ വണ്ടി ജയറാം നന്നാക്കി കൊടുത്തിട്ട് പറഞ്ഞ സെന്റൻസ് ഉണ്ട്, ചോക്കുമലയിൽ ഇരുന്നവൻ ഒരു ചോക്കിന്റെ കഷ്ണം അന്വേഷിച്ചു പോയിട്ടുള്ള ഒരു കഥ കേട്ടെന്ന് പറയുന്നത് ആ സിനിമയിൽ പറഞ്ഞ സെന്റൻസ് ആണ്. ചോക്കുമലയിൽ ഇരിക്കുന്നവൻ ഒരു ചോക്കിന്റെ കഷ്ണം തേടി പോയിട്ടുണ്ടെന്ന്. എന്ന് വെച്ചാല് ഇത്രയും വലിയ ആസ്തിയുള്ള, അൺലിമിറ്റഡ് കപ്പാസിറ്റി ഉള്ള നമ്മള് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്ത് തേടിക്കൊണ്ടിരിക്കുകയാണ്. കസ്തൂരിമാൻ അതിന്റെ സുഗന്ധം അന്വേഷിച്ച് പോകുന്ന പോലെ. അപ്പൊ ഈ അൺലിമിറ്റഡ് ആയിട്ടുള്ള പവർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനെ ഗോൾഡൻ ഹവർ, എഴുന്നേറ്റിട്ടുള്ള ആദ്യത്തെ 1 മണിക്കൂർ, 24 മണിക്കൂറും അല്ലെങ്കിൽ 12 മണിക്കൂറല്ല പറയുന്നത്, ആദ്യത്തെ 1 മണിക്കൂർ, അതിലെ ആദ്യത്തെ അരമണിക്കൂർ പ്ലാറ്റിനം പവർ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ബോഡിയിൽ വരുന്ന നല്ല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെയും ഹോർമോൺസിന്റെയും പ്രൊഡക്ഷൻ കൂട്ടുക. പോസിറ്റീവ് കാര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറ്റുക. അങ്ങനെ വരുമ്പോൾ പെർസെപ്ഷൻ മാറും, ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറും. നമ്മുടെ ഉള്ളിലുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള അനന്തമായിട്ടുള്ള സാധ്യതകൾ നമ്മൾ തിരിച്ചറിയും. അപ്പോഴാണ് ജീവിതം കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആവുക. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ നേടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മുടെ ഉള്ളിൽ നിന്ന് അപാരമായിട്ടുള്ള കഴിവ്. ഇത്തരത്തിലുള്ള കഴിവ് നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇന്ന് ജീവിതത്തിൽ നേടിയിട്ടുള്ള ആളുകളെല്ലാം സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്, പക്ഷെ അവരെ അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 100 പേരെടുത്ത് കഴിഞ്ഞാല് 5 പേര് വിജയിക്കുന്നതും 95% ആളുകളും പരാജയപ്പെടുന്നത്. ഈ 5% ചെയ്യുന്ന ആളുകൾ ഓർഡിനറിൽ നിന്നും എക്സ്ട്രാ ഓർഡിനറിയിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് സാധാരണക്കാരിൽ നിന്നും അസാധാരണക്കാരിലേക്ക് പോകണമെങ്കിൽ
ആഗ്രഹിച്ച കാര്യങ്ങൾ നേട്ടങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ശീലങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നേരത്തെ എഴുന്നേൽക്കുക, എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക, ഓട്ടോ സജഷൻ കൊടുക്കുക, വിഷ്വലൈസേഷൻ കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നേടാനായി സാധിക്കും. അങ്ങനെ നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഐ വിഷ് യു എ വണ്ടർഫുൾ ഫ്യൂച്ചർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ബിജു സർ, താങ്ക് യു സോ മച്ച്. ഈ ഒരു ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും അറിയാം, ഇന്ന് വീണ്ടും ലോക്ക്ഡൌൺ നീട്ടിയിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ ഒരുപാട് ദുശ്ശീലങ്ങൾക്ക് നമ്മൾ അടിമപ്പെടാനും ഈ ലോക്ക്ഡൌണിന്റെ കാലത്തിന് സാധ്യതകൾ ഏറെയാണ്. ഈ കൃത്യസമയത്ത് തന്നെ നമുക്ക് ഏറ്റവും നല്ല പവർഫുൾ ഹാബിറ്റ്സുമായി നമ്മുടെ മുന്നിലെത്തിയ ബിജു സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരുപാട് സന്തോഷത്തോടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ലോക്ക്ഡൌൺ കഴിയുമ്പോഴേക്കും നമുക്ക് ഈ പവർഫുൾ ഹാബിറ്റ്സിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിലുള്ള ഓർഡിനറി പീപ്പിൾ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന നമ്മളെ തന്നെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആക്കി നമ്മുടെ ഉള്ളിലുള്ള എബിലിറ്റീസിനെയും കഴിവുകളെയും കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുവരാൻ ഇത് ഞങ്ങൾക്ക് സഹായകരമാകുമെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. ഒരിക്കൽ കൂടി ഒരുപാട് സന്തോഷത്തോടു കൂടി നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, എന്റെ പേര് നിഖിൽ എന്നാണ്, വീട് തൃശ്ശൂരാണ്. സാറേ, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മള് എപ്പോഴും ചേഞ്ച് എന്ന് പറഞ്ഞാലും അതൊരു പെയിനാണ്. ഇപ്പൊ മോർണിംഗിൽ ഇപ്പൊ നമ്മള് എല്ലാ ദിവസവും 6 മണിക്ക് എഴുന്നേൽക്കുന്ന ആൾക്കൊരു 4 മണിക്ക് എഴുന്നേൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് പെയിൻഫുൾ. അല്ലെങ്കിൽ വേറെ ഏത് ഹാബിറ്റ് ആണെങ്കിലും ആ ഒരു ചേഞ്ച്, അപ്പൊ അവിടെ നമുക്ക് ആ പെയിൻ കുറച്ച് ഒന്ന് ഫ്രീ ആയിട്ട് പോവാവുന്ന ഒരു എന്തെങ്കിലും ഒരു ഇതുണ്ടോ, ഈസിനെസ് കിട്ടാവുന്ന എന്തെങ്കിലും? വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. ഇതാണ് എല്ലാവരും പ്രശ്നം. അതായത് ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയം മുതൽ കംഫർട്ട് സോൺ ആസ്വദിച്ചു തുടങ്ങും. അവിടെ സുഖമാണ്. അമ്മയുടെ പൊക്കിൾ കൊടി വഴി എല്ലാം കിട്ടും. അവിടെ വെറുതെ ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, ഇതാണ് ശീലം. ആ കംഫർട്ട് സോൺ പുറത്തേക്ക് വരുന്ന സമയത്താണ് കുട്ടികൾ കരയുക. പിന്നെ കിട്ടണമെങ്കിൽ സ്വയം അധ്വാനിക്കണം. ചെറുപ്പത്തിലെ നമ്മൾ കരഞ്ഞാൽ, കുട്ടികൾ കരഞ്ഞാൽ, കരയുന്ന കുട്ടിക്ക് പാലെന്ന് പറയില്ലേ, കുട്ടികൾ കരഞ്ഞാല് നേടിക്കൊടുക്കും. പക്ഷെ വലുതായിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല, ഞാൻ ഇതിൽ പറയാണ്, എപ്പോഴും ഡിസ്കംഫർട്ടിനെ നമ്മൾ തരണം ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഓർഡിനറി എക്സ്ട്രാ ഓർഡിനറിക്ക് വരിക. അതുകൊണ്ടാണ് ഫസ്റ്റ് ഹാബിറ്റ് പറഞ്ഞിരിക്കുന്നത് നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത്. ആ ഒരു കംഫർട്ട് സോൺ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ചേഞ്ച് ആവും. അപ്പൊ നേരത്തെ പറഞ്ഞ ടെക്നിക്കൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, തലേ ദിവസം വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഉറപ്പായിട്ട് എഴുന്നേൽക്കുന്നതായിട്ട് നമ്മൾ സജഷൻ കൊടുത്തിടാം, വിഷ്വലൈസ് ചെയ്ത് എടുക്കാം. കാലത്ത് അലാം അടിച്ചു കഴിഞ്ഞാല് മെൽ റോബിൻസിന്റെ ബുക്ക് ഉണ്ട്, 5 സെക്കൻഡ് റൂൾ ബുക്ക് ഉണ്ട്. ഏതാ? മെൽ റോബിൻസ് ഒരു വണ്ടർഫുൾ ബുക്കാണ്. ന്യൂറോ സയൻസും സൈക്കോളജിയൊക്കെ ഭംഗിയായിട്ട് പറഞ്ഞില്ല. NLP കുറച്ച് വരുന്നുണ്ട്, പക്ഷെ ന്യൂറോ സയൻസ് ആണ് കൂടുതലുള്ളത്. ടൈം എടുക്കാനല്ല മേഡം, 2 മിനിറ്റ്. ഓക്കെ, അതായത് അവര് കണ്ടൊരു സീൻ എന്ന് വെച്ചാല്, അവർ ജീവിതത്തിൽ തകർന്നിരിക്കുന്ന സമയത്ത്, അവര് ഡിവോഴ്സിന്റെ വക്കിലായിരുന്നു, ലൈഫെല്ലാം തകർന്ന് ഡ്രഗ്സിനൊക്കെ അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ്, ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് അവർ ടിവിയിൽ സീൻ കാണുന്നത് റോക്കറ്റ് കുതിച്ചു പോണത്. അപ്പൊ അതിന്റെ കൗണ്ട് ഡൗൺ ആണ് 5, 4, 3, 2, 1, 0 സ്റ്റാർട്ട്. എന്നിട്ട് റോക്കറ്റ് പോവാണ്. ഇത് അവരുടെ ഉള്ളിലേക്ക് ട്രിഗർ ചെയ്തു. അപ്പൊ പിറ്റേ ദിവസം മുതൽ അവരുടെ ലൈഫിൽ ഒരു ഐഡിയ കിട്ടിയവർക്ക്. അപ്പൊ പിറ്റേ ദിവസം മുതൽ അവർ ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് തുടങ്ങി. നേരത്തെ എഴുന്നേൽക്കാൻ അലാം പഠിക്കുമ്പോൾ അവര് പറയും 5, 4, 3, 2, 1 അവര് 0 സ്റ്റാർട്ട് ഒരു ചാടി നിൽക്കും. എപ്പോ എനർജി ലെവൽ കുറയുന്നു അപ്പൊ അവർ ഈ ടെക്നിക്ക് യൂസ് ചെയ്യും, കൗണ്ട് ഡൗൺ ചെയ്യും. അതാണ് 5 സെക്കൻഡ് റൂള്. അത് വളരെ സക്സസ് ആയിട്ടുള്ള റൂളാണ്. പിന്നെ ഇതിന്റെ ബേസ് ചെയ്തിട്ട് ഇന്റർനാഷണൽ ട്രെയിനറായിട്ട് മാറി. ടോക്കിലൊക്കെ അവരെ ടോക്ക് എടുക്കുന്നുണ്ട്, യൂട്യൂബിലൊക്കെ എടുക്കുന്നുണ്ട്. മെൽ റോബിൻസ് 5 സെക്കൻഡ് റൂളാണ് അവരുടെ ബുക്ക്. ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ ആയിട്ട് ബുക്കാണ്. അപ്പൊ ആ 5 സെക്കൻഡ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡിസ്ട്രാക്ഷനെ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിനെ പിടിച്ച് പുറകിലേക്ക് വലിക്കില്ലേ. അപ്പൊ കൗണ്ട് ഡൗൺ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ നമ്മുടെ ആഗ്രഹമാണ്. ആഗ്രഹമില്ലെങ്കിൽ, തീവ്രമായിട്ടുള്ള ആഗ്രഹമില്ലെങ്കിൽ ഈ പറഞ്ഞ എന്ത് ചെയ്താലും നിങ്ങൾ എനിക്കില്ല. വളരെ ഫ്രാങ്ക് ആയിട്ട് പറയാം. ഓട്ടോ സജഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പൊ രാവിലെ ഒരു കറക്റ്റ് ടൈമിൽ നമുക്ക് എണീക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെയാണ് അതൊന്ന്
സെറ്റ് ചെയ്യേണ്ടതെന്നൊന്ന് ക്ലാരിഫൈ ചെയ്യാമോ? ഡെഫിനറ്റ്ലി. സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സമയം ഒന്ന് മോർണിംഗിൽ, കാലത്ത്, പിന്നെ വൈകിട്ട്. അപ്പോൾ കാലത്ത് നേരത്തെ എഴുന്നേൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് സജഷൻ കൊടുക്കുക. പിന്നെ അവിടെ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് അത് പോവുക. അതിന് കുറെ വേവ്സിന്റെ കാര്യങ്ങളൊക്കെ പറയും, ആൽഫ ലെവൽ, ബീറ്റ ലെവൽ എന്നൊക്കെ പറയും, നമ്മൾ സ്ലീപ്പിന്റെ കുറെ കാര്യങ്ങൾ പറയും. ആ ഒരു സ്റ്റേജിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് പിന്നെ അത് അതിനോട് പ്രവർത്തിച്ചോളൂ, അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നേരത്തെ ചെയ്ത പോലെ ആ ബ്രീത്തിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണോ നമ്മള്? അങ്ങനെ ചെയ്യാം. പിന്നെ കുറച്ചുകൂടി നല്ല ടെക്നിക്ക് ഉണ്ട്, പക്ഷെ അതിങ്ങനെ ഓൺലൈനായിട്ട് കൊടുക്കാൻ പറ്റില്ല. പ്രോഗ്രസീവ് മെത്തേഡ് ഒക്കെ ഉണ്ട്, മസിൽസ് ഒക്കെ ടൈറ്റ് ചെയ്തിട്ട്. അത് പക്ഷെ ഫിസിക്കൽ ഫിറ്റ്നസ് ഉൾപ്പെടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചില ആളുകളുടെ പ്രശ്നം വരും. സോഡിയം കുറവുള്ള ആളുകൾ, BP കുറവുള്ള ആളുകൾക്ക് ചിലപ്പോൾ അങ്ങനെ തളർന്നു പോകും. അതുകൊണ്ട് നമ്മൾ സിമ്പിൾ മെത്തേഡ് എടുത്തിട്ടുള്ളത്. സർ, ആ ഗോൾഡൻ പീരീഡും പ്ലാറ്റിനം പീരീഡും ഒന്നുകൂടെ ഒന്ന് പറയൂ, ആ സമയത്ത് ക്ലിയർ ആയില്ലായിരുന്നു. ഗോൾഡൻ ഹവർ എന്ന് പറയുന്നത് എഴുന്നേറ്റ സമയം മുതൽ 1 മണിക്കൂർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം ആട്ടോ. അത് നിങ്ങൾ എത്ര ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നു അത്രയും ചേഞ്ച് വരും. അതിന്റെ പകുതി, അതായത് എഴുന്നേറ്റ സമയം മുതൽ അരമണിക്കൂർ പ്ലാറ്റിനം ഹവർ. ആ സമയത്താണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്, മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ. ആ സമയം അരമണിക്കൂറാണ്. ബുക്സ് വായിക്കുന്നതും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു കാര്യം കൂടി വേണമെങ്കിൽ ചെയ്യാം, സ്പിരിച്വൽ വേണമെങ്കിൽ ചെയ്യാം. പ്രാർത്ഥനയ്ക്കൊക്കെ വേണ്ടി കാലത്ത് സമയം മാറ്റി വയ്ക്കാം. അപ്പൊ 1 അവറിനെയാണോ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് പറയണേ, പ്ലാറ്റിനം അവറിനും ഗോൾഡൻ അവറിനും? അതെ, എഴുന്നേറ്റ സമയം മുതൽ 1 മണിക്കൂറാണ് ഗോൾഡൻ ഹവർ. ഓക്കെ, ഫൈൻ. ഓക്കെ, താങ്ക് യു. ആദ്യത്തെ അരമണിക്കൂറാണ് പ്ലാറ്റിനം. അപ്പൊ ആദ്യത്തെ അരമണിക്കൂർ എത്രയും നമ്മൾ യൂസ് ചെയ്യുന്നത് അത്രയും നല്ലതാണ്. അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറേലും ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുള്ളൂ. നോ ഷേ. ഓക്കെ, അപ്പൊ ഈ പ്ലാറ്റിനം അവേഴ്സ് ഇങ്ങനെ 22 22 അങ്ങനെ 3 സെറ്റ്സ് ആയിട്ട് പ്ലാൻ അല്ലല്ല, പുതിയ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് 66 ദിവസം വേണം. ഓ, ഓക്കെ. 66 ദിവസം, അതായത് വർഷമായിട്ട് ശീലം മാറണമെങ്കിൽ. അപ്പൊ 66 ദിവസം ഒരേ കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകണമെങ്കിൽ അത് ഹാബിറ്റ് ആയിട്ട് മാറും. അതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ 22 ദിവസം വളരെ നിർണായകമായിട്ടുള്ള ദിവസമാണ്. അതിന് എപ്പോഴാണ് നിങ്ങൾ സ്വഭാവം നിർത്താനുള്ള സാധ്യത കൊള്ളാം. ടഫ് ആയിട്ടുള്ള പീരീഡ് ആണ്. പിന്നത്തെ 22 ദിവസം എന്ന് പറഞ്ഞതില് ഒരു ആവറേജ് ലെവലിൽ പോകും. പിന്നത്തെ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് പോകും. അങ്ങനെ 66 ദിവസം കഴിഞ്ഞാലേ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചെയ്യും. ഓ, അങ്ങനെ. ഓക്കെ, പല്ല് തേക്കുന്ന, കുളിക്കുന്ന, വീട്ടിലേക്ക് വണ്ടി ഓടിച്ച് പോകുന്ന പോലെ ചെയ്യും. ഇപ്പൊ പ്ലാറ്റിനം ആറും ഗോൾഡൻ ആർ ഇതുപോലെ യൂസ് ചെയ്യാണ്. അതായത് 5 കാര്യങ്ങൾ ഗോൾഡൻ ആറിൽ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെ ടൈം അതിൽ വേക്കപ്പ് ഏർലി ഒക്കെ ദാറ്റ് വിൽ ഹാപ്പൻ. ബാക്കി 4 കാര്യങ്ങൾക്ക് കൂടി ഈ 1 hour മതിയോ? അപ്പൊ മതി. 1 hour 60 മിനിറ്റ് കിട്ടും നമുക്ക്. കിട്ടും. ഇപ്പം ഫിസിക്കൽ എക്സസൈസ് അറ്റ്ലീസ്റ്റ് 20 minutes അല്ലേ? ഓക്കെ, 20 minutes 15 minutes ചെയ്യാം. ഓക്കെ, മെഡിറ്റേഷനും അത്ര ഒരു 15 minutes. അല്ല, 10 മിനിറ്റ് എങ്കിലും മിനിമം ചെയ്താലും മതി. 15 മിനിറ്റ് എടുത്തോളൂ, കുഴപ്പമില്ല. അരമണിക്കൂർ. ഓക്കെ, അപ്പൊ റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കുറച്ച് സമയമെങ്കിലും റീഡ് ചെയ്യണ്ടേ? ഓർ അവിടെ നിർത്തിയിട്ട് നമ്മള് ഞാൻ പറഞ്ഞത് റീഡിങ്ങിന് വേണ്ടിയിട്ട്. എന്റെ ക്വസ്റ്റ്യൻ ആക്ച്വലി എന്തായിരുന്നു എന്ന് വെച്ചാൽ ദ വേ അറൗണ്ട് പറ്റുമോ? ലൈക്ക് ഓട്ടോ സജഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻ ഫസ്റ്റ് ആൻഡ് ദെൻ റീഡിങ്, സോ ദാറ്റ് വി ക്യാൻ കുറച്ച് നേരം കൂടെ റീഡ് ചെയ്യാമല്ലോ. അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഓട്ടോ സജഷൻ വിഷ്വലൈസേഷൻ അധികം സമയം എടുക്കില്ല. രണ്ടും കൂടി നമുക്ക് മിക്സ് ചെയ്ത് ചെയ്യാം. പിന്നെ റീഡിങ്ങിനാണ് സമയം എടുക്കുന്നത്. പക്ഷെ റീഡിങ്ങിൽ നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളില് ഇപ്പൊ ആദ്യത്തെ വേണമെങ്കിൽ മാക്സിമം ടൈം എടുത്തോളൂ. എക്സസൈസ് 20 മിനിറ്റ് വിചാരിക്കുക, 20 മിനിറ്റ് മെഡിറ്റേഷൻ വിചാരിക്കുക, 40 മിനിറ്റ് ആയി, ബാക്കി 20 മിനിറ്റ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ 2 കാര്യം ചെയ്യാനുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഒരു 10 മിനിറ്റ് മാക്സിമം ഓട്ടോ സജഷൻ വിഷ്വലൈസേഷൻ 10 മിനിറ്റ് എടുത്തു. 10 മിനിറ്റ് റീഡിംഗ് കിട്ടില്ലേ? അത്ര മതി. പിന്നെ അത്ര മതി മനസ്സിലായി. അല്ല, ഈ ഒരു 1 hour അത്ര മതി. പക്ഷെ നമ്മള് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എഴുന്നേൽക്കുന്നത്, എക്സസൈസ്, മെഡിറ്റേഷൻസ്. റീഡിങ് കുറച്ച് സമയമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം എടുക്കാം. പക്ഷെ ഈ കാര്യങ്ങളാണ് ഗോൾഡൻ ഹവറിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. കാരണം എക്സസൈസ്, മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെയും ഹോർമോൺസിന്റെ ഒക്കെ പ്രൊഡക്ഷൻ വരുന്നത്. അപ്പൊ ബാക്കി ചെയ്യാനുള്ള എനർജി ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി കിട്ടിക്കോളും. ഇന്റർണൽ മോട്ടിവേഷൻ ഒക്കെ തരി വരും. പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും ഒക്കെ വന്നത്. റീഡിങ് എത്രയും സ്പെൻഡ് ചെയ്യുന്ന അത്രയും നല്ലതെന്ന് ഞാൻ പറയുന്നു.
Thank you so much. ഓക്കെ ഓക്കെ. അടുത്ത സാർ ആ ചോദ്യം. ബുക്കിന്റെ പേര് പറയുന്നത് ദ ജേണി ബിയോണ്ട് ഫിയർ ആണ്, അതാണോ ബുക്ക്? അല്ലല്ല, അതല്ല. 5 സെക്കൻഡ് റൂൾ. 5 സെക്കൻഡ് അല്ലേ? 5. Sir, യെസ്, ചോദിച്ചോളൂ. may I? ചോദിക്കാം. ചോദിച്ചോളൂ. കേൾക്കാം. ഓക്കെ. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ ഓർത്തു വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അപ്പോ ഇന്ന് നമ്മള് ഇപ്പൊ ചെറുപ്പ കാര്യങ്ങളിൽ തൊട്ട് നമ്മൾ ഓൾറെഡി കുറെ കാര്യങ്ങൾ ഇങ്ങനെ ക്ലസ്റ്റർ ചെയ്ത് കിടക്കുന്നുണ്ടാവും. അപ്പൊ ഈ പോസിറ്റീവ് തോട്ട്സിനെ നമ്മളൊരു ഹാബിറ്റ് ആക്കുക എന്ന് പറഞ്ഞാല് അത് കുറെ കുറെ എഫേർട്ട് എടുക്കുന്ന ഒരു കാര്യമല്ലേ. കാരണം നമ്മൾ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് പല വിമർശനങ്ങളൊക്കെ മേ ബി നമ്മുടെ സറൗണ്ടിങ് പീപ്പിൾ അത് ഡിപ്പെൻഡ് ചെയ്യുമല്ലോ, നമ്മുടെ ചുറ്റുമുള്ള ആളുകള്. തീർച്ചയായിട്ടും. ഹലോ, പറഞ്ഞോളൂ. ഹലോ. അപ്പോ നമ്മുടെ സറൗണ്ടിങ് പീപ്പിള് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അത് കൂടെ നമ്മുടെ മൈൻഡ് ക്യാച്ച് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ ആ ഒരു നെഗറ്റീവ് വേർഡും സബ് കോൺഷ്യസ് മൈൻഡ് ക്യാച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോ ഇത് ഭയങ്കര ഒരു എഫേർട്ട് ആയിരിക്കില്ലേ? കാരണം നമ്മൾ ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ ജീവിക്കുന്നത്, നമ്മൾ സോഷ്യൽ അല്ലേ. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള നെഗറ്റീവ് പോസിറ്റീവ് ആക്കുന്നത് അതെങ്ങനെയാണെന്നൊന്ന് പറയാമോ? ഇതുകൊണ്ടാണ് നമ്മൾ 24 മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും ഗോൾഡൻ ഹവർ യൂസ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ടിഷ്യൂ കൾച്ചർ എന്താ ചെയ്യാന്ന് വെച്ചാല് ഒരു നല്ല ചെടിക്ക് വേണ്ട എല്ലാ ഗുണങ്ങളുമുള്ള കോശങ്ങൾ മാത്രം കൾച്ചർ ചെയ്തെടുക്കും. ശരിയല്ലേ? ഇപ്പൊ ഒരു പഴം, ആ പഴത്തിന് ഒരു ആപ്പിൾ ഉണ്ട്, ആപ്പിൾ കുരുണ്ട്. അപ്പൊ ടിഷ്യൂ കൾച്ചർ നമ്മൾ ചെയ്യാച്ചാല് കുരുല്ലാത്ത ആപ്പിള് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ചെയ്യാച്ചാല് ആ കുരു ഉണ്ടാക്കുന്ന കോശം കളഞ്ഞിട്ട് അല്ലാത്ത വെച്ചിട്ട് കൾച്ചർ ചെയ്തെടുക്കും. എന്നിട്ട് ഈ ആപ്പിൾ മരമായിട്ട് വളർന്നു വന്നു കഴിഞ്ഞാല് കുരുല്ലാത്ത ആപ്പിൾ നമുക്ക് കഴിക്കാം. അവിടെ നമ്മൾ കൾച്ചർ ചെയ്യാണ്. അതുപോലെ നമ്മൾ കൾച്ചർ ചെയ്യുന്ന ഒരു സമയമാണ് ഗോൾഡൻ ഹവർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നുണ്ടെങ്കിലും ഈ മൈൻഡൊക്കെ ഏറ്റവും ഫോക്കസ് ചെയ്യുന്ന ഈ സമയത്ത് എന്ത് ചെയ്യുക? നല്ല കാര്യങ്ങൾ മൈൻഡിലേക്ക് കൊടുക്കുക. അവിടെ സബ് കോൺഷ്യസ് മൈൻഡൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള സമയമാണ്. അവിടേക്ക് ഒരുപാട് പോസിറ്റീവ് സൈഡിൽ കൊടുത്തു. അതേ പറഞ്ഞ 24 മണിക്കൂർ പോസിറ്റീവായിട്ട് ഇരിക്കണമെന്നില്ല. ആദ്യത്തെ 1 മണിക്കൂർ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്താൽ മതി. ആ എനർജി കിട്ടും. ബാക്കി വരുന്ന കാര്യങ്ങൾ ഒരു ഫിൽറ്ററിങ് നമുക്ക് എപ്പോഴും നല്ലതാണ്. ഒരാൾ ഇപ്പൊ നെഗറ്റീവായി പറഞ്ഞു, നെഗറ്റീവായിട്ട് പറഞ്ഞപ്പോൾ അത് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ അത് ഇതായിട്ട് ചെയ്യാം. ബിജു സർ, യെസ്, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ആരാ ചോദിക്കണേ? പ്രവീണയാണ്. ചോദിക്കണ്ട. ഞാനിപ്പോ സാറ് ഇപ്പൊ ഒരുപാട് പവർഫുൾ ഹാബിറ്റ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ അതേ ഓർഡറിൽ ചെയ്യണം നിർബന്ധമുണ്ടോ? അതോ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഓർഡറിൽ എടുക്കുന്നോണ്ട് പ്രശ്നമുണ്ടോ എന്നാണ് എന്റെ ഒരു ചോദ്യം. പ്രശ്നമില്ല, പക്ഷെ ഫസ്റ്റ് ചെയ്യേണ്ട 2 കാര്യങ്ങൾ എക്സസൈസ് ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ആ ഓർഡർ മാറ്റരുത്. അത് ഫിസിക്കൽ മെന്റൽ എനർജി ലെവൽ കൂട്ടുന്ന സംഭവമാണ്. അത് ശരി. ഓട്ടോ സജഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ചെയ്യാം. സോറി, കറണ്ട് പോയി. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ദിവസം ഇത്രയും ഞങ്ങൾക്ക് സമ്പന്നമാക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. നാളെ വീണ്ടും നമ്മളോട് ഒന്നിച്ചു ചേരുന്നത് സ്മാർട്ട് ബ്രെയിൻ എന്ന ടോപ്പിക്കുമായി മിസ്സസ് ആശ ഡൊമിനിക്കുമാണ്. എല്ലാവരെയും നാളെ ആ സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. ഓക്കെ.